90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ഗോൾവാൾക്കറിന്റെ പേര് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്നൊരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിന് നൽകുന്നതിന്റെ രാഷ്ട്രീയ യുക്തി എന്താണ്? ഗോൾവാൾക്കറിന്റെ പേര് നൽകാൻ മാത്രം ഗോൾവാൾക്കർ ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിനും ശാസ്ത്ര സാങ്കേതിക വികസനത്തിനും എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്ന ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടാൻ പോകുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജെയ്സി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാചസ്പതി എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സന്ദീപ് വാചസ്പതിയിലേക്ക്. സന്ദീപ്, ഇപ്പോൾ ഈ ഗോൾവാൾക്കർ എങ്ങനെയാണ് ആധുനിക ഇന്ത്യയുടെ ഒരു പ്രതീകമായി മാറുന്നതും ആധുനിക രാഷ്ട്ര നിർമ്മിതിയിൽ ഗോൾവാൾക്കറുടെ പങ്ക്, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഗോൾവാൾക്കർ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് ഏതെങ്കിലും ജനാധിപത്യ സംവിധാന ക്രമങ്ങളിലൂടെ നിർവഹിച്ചിട്ടുണ്ടോ? ഈ പേര് വരാനുള്ള കാരണം എന്താണ്? 3-4 ചോദ്യങ്ങളാണ് അരുൺ ഒരുമിച്ച് ചോദിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ, കഴിഞ്ഞ തവണ ചർച്ചയിൽ വരുമ്പോഴും അരുൺ അവസാന നിമിഷം സമയം തരാതെ പോയിരുന്നു. അത് ആമുഖമായെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3-4 ചോദ്യങ്ങളുണ്ട്. ഇതിലൊന്നാമത്തെ പ്രശ്നം, ഗുരുജി ഗോൾവൽക്കർ എന്ത് ശാസ്ത്ര സംഭാവനയാണ് നൽകിയത് എന്നാണ് അങ്ങയുടെ ഒരു ചോദ്യം. അപ്പോൾ അതായത് ശാസ്ത്ര സംഭാവന നൽകിയവരുടെ പേരുകൾ മാത്രമേ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കിടാവൂ. അല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതത് മേഖലകളിൽ എക്സൽ ചെയ്തവരുടെ പേരിൽ വേണം സ്ഥാപനങ്ങൾ തുടങ്ങാൻ. അത് വളരെ സിമ്പിൾ ലോജിക്ക് കൊണ്ട് തന്നെ ഇത്രയും ദിവസം കൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി മറ്റൊരു തരത്തിൽ ചോദിച്ചത്. വള്ളംകളിയുടെ പേരിടുന്നു. രാജീവ് ഗാന്ധി ഖേൽരത്ന എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത സ്പോർട്സ് താരങ്ങൾക്കുള്ള പുരസ്കാരം നൽകുന്നത് രാജീവ് ഗാന്ധി എന്ത് കളി കളിച്ചിട്ടാണ് എന്ന് ആരും ഇതേവരെ ഇവിടെ ചോദിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേരിട്ടത് ഇന്ദിരാഗാന്ധി വിമാനം ഓടിച്ചതുകൊണ്ടാണോ എന്നും ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതത് മേഖലകളിൽ എക്സൽ ചെയ്യുന്നവരുടെ പേര് മാത്രമാണ് കൊടുക്കേണ്ടത് എന്ന വാദം അവിടെ തന്നെ പൊളിഞ്ഞു. ഒന്ന്. ഇനി രണ്ടാമത്തെ അങ്ങയുടെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ഗുരുജി ഗോൾവൽക്കർ എന്ത് സംഭാവനയാണ് നൽകിയത് എന്നുള്ളതാണ് അങ്ങയുടെ ആ ചോദ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ക്രക്സ്. അതായത് എനിക്ക് തോന്നുന്നു അതിനകത്ത് നമ്മളുടെ ഒരു പേഴ്സ്പെക്റ്റീവിന്റെ പ്രശ്നമാണ്. രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമാണ് നാടിന്റെ വികസനത്തിന് സംഭാവന ചെയ്യുന്നത് എന്ന ഒരു മിസ്കൺസെപ്ഷൻ കൊണ്ടാണ് നമ്മൾ ആ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർക്ക് അവരുടേതായ രീതിയിൽ അവർ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നു. സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് നോക്കേണ്ടത്. അല്ലാതെ രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് രാജ്യത്തെ മഹത്തായ പാരമ്പര്യം അവകാശപ്പെടാൻ എന്നുള്ളത് നമ്മളുടെ ഒരു തെറ്റായ ധാരണയാണ് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. പിന്നെ ഗുരുജി ഗോൾവൽക്കർ ആരാണ് എന്ന ചോദ്യം അറിയണമെങ്കിൽ വളരെ ദീർഘമായ സമയം എടുത്തു തന്നെ പറയേണ്ടി വരും എന്ന നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഒന്നാമത് ഞാൻ വളരെ ജനറലായിട്ട്, ഞാൻ അധികം ഡെപ്തിലേക്ക് പോകാതെ ജനറലായിട്ട് തന്നെ പറയാം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 947 ശേഷം ഒരുപക്ഷെ അല്ലെങ്കിൽ ഇന്ത്യ വീണ്ടും വിഘടിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു അവസ്ഥയിൽ ഈ രാജ്യത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിച്ച് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരമായ ഭാരതീയ സംസ്കാരത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും സംഭാവന. ഒന്ന്, അങ്ങനെ അദ്ദേഹം തെളിച്ച പന്ഥാവിലൂടെ കോടിക്കണക്കിന് യുവാക്കന്മാർ അവരുടെ ജീവിതം കരുപിടിപ്പിക്കുകയും അതൊന്നും കൂടി വ്യക്തമാക്കിയാൽ ഏത് രീതിയിലായിരുന്നു ആ പ്രവർത്തനമെന്ന്. അല്ലല്ലോ, അതാണ് പറഞ്ഞു വരുന്നത്. എനിക്ക് ആരോട് ചോദിക്കുന്നത് കേൾക്കുന്നില്ല. ഏത് രീതിയിലായിരുന്നു ഈ അഖണ്ഡത ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഈ ഗോൾവാൾക്കർ നടത്തിയ പ്രവർത്തനം? ഏത് രീതിയിൽ, ഏത് തലത്തിൽ, ഏതു സംഘടനയിലൂടെ, ഏതു മാർഗത്തിൽ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഇടയ്ക്ക് കയറിയത് കൊണ്ടാണ് എന്നാ പറഞ്ഞു വന്നതിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു പോകുന്നത്. നിങ്ങൾ ഇടയ്ക്ക് കയറി ചോദിക്കരുത്. അപ്പോ ഈ രാജ്യത്ത് ഗുരുജി ഗോൾവൽക്കർ സൃഷ്ടിച്ച അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു തന്ന പന്ഥാവിലൂടെ കോടിക്കണക്കിന് യുവാക്കൾ വരികയും അവരുടെ ജീവിതം ഈ നാടിന് വേണ്ടി അവർ സമർപ്പിക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം തെളിച്ച പാതയിലൂടെ വരുന്ന ആൾക്കാർ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷമാകുമ്പോൾ അവർക്ക് അദ്ദേഹത്തെ ആദരിക്കണമെന്ന് തോന്നുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. പുതിയ പുതിയ ആശയഗതികളുമായി വരുന്ന നേതാക്കന്മാർ അവർ കാണിച്ചു തന്ന പന്ഥാവിലൂടെ പിൻതലമുറ നടന്നു വരുമ്പോഴാണ് അവരോടുള്ള ആദരസൂചകമായി ചില സ്മാരകങ്ങൾ ഈ നാട്ടിലുണ്ടാക്കുന്നത്.
പിന്നെ രണ്ടാമത്തെ കാര്യം, RSS ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയല്ല, അല്ലെങ്കിൽ ഗുരുജിയുടെ പേരിൽ ഏതെങ്കിലും രീതിയിൽ ഈ രാജ്യത്ത് മറ്റൊരു സ്ഥാപനവും ഇല്ല എന്നും കൂടി അങ്ങ് മനസ്സിലാക്കണം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും എങ്ങും ഗുരുജിയുടെ പേരിൽ ഒരു സ്ഥാപനമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഏത് രീതിയിലാണ് ഗുരുജി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ഊട്ടിയുറപ്പിച്ചത്? 1-2 സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ സംഭവം ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടതാണ്. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാൻ ആക്രമിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സ്വയംഭരണം അവകാശം എന്ന ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ രാജ്യത്തെ നാട്ടുരാജ്യങ്ങളെ പലരെയും VP മേനോന്റെയും സർദാർ പട്ടേലിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചപ്പോൾ ജമ്മു കാശ്മീരിലെ മഹാരാജാവായ ഹരിസിംഹൻ മാത്രം ഒരു തീരുമാനമെടുക്കാതെ കുഴങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് 3 ഓപ്ഷൻസ് ആണ് മുൻപിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകാം, സ്വതന്ത്രനായി നിൽക്കാം. അന്ന് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഉപദേശിച്ചത് നമ്മൾ സ്വതന്ത്രനായി നിൽക്കണമെന്നായിരുന്നു. ഏകദേശം ഹരിസിംഹൻ ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് പാകിസ്ഥാൻ പട്ടാളം ആക്രമിക്കുമെന്ന ഒരു സ്ഥിതി ഉണ്ടാകുകയും നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് അബ്ദുള്ള അടക്കമുള്ളവർ കാശ്മീരിന്റെ കുഴപ്പങ്ങൾക്ക് വേണ്ടി ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴുമാണ് ഗുരുജി, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആവശ്യപ്രകാരം ഗുരുജി പോയി ഹരിസിംഹനെ കണ്ടതിന് ശേഷമാണ് ഹരിസിംഹൻ തന്റെ തീരുമാനം മാറ്റി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിച്ചത്. 1. 2, 1963 ചൈന നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ആയുധമായി നേപ്പാളിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ 1963 ഗുരുജി ഗോൾവൽക്കർ കാഠ്മണ്ഡുവിലെത്തി നേപ്പാൾ രാജാവുമായി നടത്തിയ 3 ദിവസത്തെ അഖണ്ഡമായ സംഭാഷണത്തിന് ഒടുവിലാണ് നേപ്പാൾ ചൈനയുടെ കയ്യിലെ ടൂൾ ആകേണ്ട എന്ന് തീരുമാനിച്ചത്. ഇത് നമ്മളാരും പറഞ്ഞതല്ല. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി പിൽക്കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തീർന്ന അടൽ ബിഹാരി വാജ്പേയിയോട് പാർലമെന്റിൽ വെച്ച് പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു VP മേനോനാണോ അതല്ല കേൾക്കുന്നുണ്ടെങ്കിൽ VP മേനോനാണോ ഈ ഗോൾവാൾക്കർ ആണോ ആ അർത്ഥത്തിൽ ഈ ദേശീയോദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്? അങ്ങനെ തൂക്കി നോക്കുന്ന സാധനമല്ലല്ലോ. ഓരോരുത്തരും ഓരോ മേഖലയിലല്ലേ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് പറ്റുന്നത്? അവരവരുടെ മേഖലയിൽ VP മേനോൻ എന്നൊരു സിവിൽ സർവന്റ് ചെയ്തതിനേക്കാൾ എന്താണ് കൂടുതൽ ഗോൾവാൾക്കർ ചെയ്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങ് പറഞ്ഞതുപോലെ കോടിക്കണക്കിന് മനുഷ്യരെ സമർപ്പിച്ചു എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചത്. കോടിക്കണക്കിന് യുവാക്കളെ ഇന്ത്യയുടെ നിർമ്മാണത്തിന് വേണ്ടി സമർപ്പിച്ചു ഗോൾവാൾക്കർ എന്ന് പറഞ്ഞു. അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? പറയാം, 2 കാര്യത്തിനും പറയാം. ഒന്ന്, VP മേനോൻ എന്ന് പറയുന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ചുമതലയായിരുന്നു ഇന്ത്യൻ യൂണിയനെ അഖണ്ഡമായി നിലനിർത്തുക എന്നുള്ളത്. ഗുരുജി അതിനുവേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്ത ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹം നിരവധി കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിലെ ഒരു കാര്യമാണ് എടുത്തു പറഞ്ഞത്. അപ്പൊ താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള 2 VP മേനോനെയും മറ്റൊരു ഹോം സെക്രട്ടറിയും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്താൽ ഞാൻ മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അരുണ് എല്ലാ ദിവസവും വാർത്ത വായിക്കുന്നു, മറ്റൊരാൾ ഗസ്റ്റായിട്ട് വന്നൊരു വാർത്ത വായിച്ചപ്പോൾ അരുണുമായിട്ടാണോ അയാളെ താരതമ്യം ചെയ്യുക? അല്ല. അപ്പം ഗുരുജി ഗോൾവൽക്കർ ചെയ്ത കാര്യം സന്ദീപ്, ഞാൻ ബാക്കി അതിഥികളിലേക്ക് പോയതിനു ശേഷം അധിക സമയം താങ്കൾ ഇപ്പോൾ സന്ദീപ് അതിന് ഉത്തരം ബാക്കിയുള്ളവരോട് കൂടി അഭിപ്രായങ്ങൾ എടുത്തിട്ട് വരാം. സന്ദീപ് സന്ദീപ് ഇന്ത്യയുടെ ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിന് ഗുരുജി ഗോൾവാൾക്കർ വഹിച്ച പങ്ക് ദേശീയോദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. പാകിസ്ഥാന്റെ കാര്യത്തിലും ചൈനയ്ക്കെതിരെ നേപ്പാളിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ അന്നത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി പോലും അഭയം പ്രാപിച്ചത് ഗുരുജി ഗോൾവാൾക്കറിലാണ് എന്നാണ് സന്ദീപ് വചസ്പതി പറയുന്നത്. അതുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തും ഗോൾവാൾക്കറിന്റെ പേര് ഇടാനായിട്ട് RSS നിർബന്ധം പിടിച്ചിട്ടില്ല. ഇവിടെ അത് സംഭവിച്ചു, അതിനെ എതിർക്കേണ്ട ആവശ്യം എന്ത് എന്നാണ് സന്ദീപ് ചോദിക്കുന്നത്. ജയ്ക്ക്, ഒരു കവിയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അദ്ദേഹം ക്രാന്തദൃശ്യത്വത്തോടുകൂടി എഴുതിയ ചില വരികളെ ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. ഗാന്ധി രക്തസാക്ഷി ദിനത്തെ നമ്മൾ ഓർമ്മിച്ചെടുക്കാൻ നേരത്ത് മുമ്പ് അരി വാങ്ങുവാൻ വേണ്ടി റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന ഗാന്ധിയെ സംബന്ധിച്ചുള്ള കാവ്യാത്മകമായ ചിത്രം എൻ്റെയും നിങ്ങളുടെയും ഓർമ്മയിലുണ്ട്. അതിനോട് ചേർത്ത് നമ്മുടെ നാട് വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു പരിഹാസ്യമായ പദമായിരുന്നു ഗാന്ധിജി തോക്ക് കമ്പനിയുടെ അംബാസഡറായി മാറുന്ന കാലം എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ശാസ്ത്ര സ്ഥാപനത്തിന്, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ അഭിമാനമായി നാളെ വളർന്നു വരേണ്ട ഒരു ശാസ്ത്ര സ്ഥാപനത്തിന് രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ കാലയളവിലും ശാസ്ത്രയുക്തികളെ പിന്തിരിപ്പനായ പ്രത്യയശാസ്ത്രം കൊണ്ട് നേരിടുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു സംഘടനയും ആ സംഘടനയുടെ നേതാവിൻ്റെയും പേര്
രാജ്യത്തിന്റെ അഭിമാനമായി മാറേണ്ട ഒരു ശാസ്ത്ര സ്ഥാപനത്തിൽ ഇടുമ്പോൾ ഗാന്ധിജി തോക്ക് കമ്പനിയുടെ അംബാസിഡറായി മാറുന്ന അതേ കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം ഏതോ നേപ്പാളിന്റെയും കാശ്മീരിന്റെയും ഒക്കെ കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ പഠിച്ച സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലൊക്കെ പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കുകയും ഏകപക്ഷീയമായി അവരോട് ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുവാൻ കാശ്മീർ തീരുമാനിച്ചതായിട്ടാണ് ഞാൻ പഠിച്ച ലളിതമായ ചരിത്ര പാഠപുസ്തകങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെന്ത് തന്നെയായാലും അവിടെ ഇരിക്കട്ടെ. പക്ഷേ എന്തടിസ്ഥാനത്തിലായിരിക്കണം വർത്തമാനകാല ഇന്ത്യയിൽ ഒരു ശാസ്ത്ര സ്ഥാപനത്തിന്റെ പേര് ഗോൾവാൾക്കറുടേതായി മാറേണ്ടത്? അദ്ദേഹം എന്ത് തരം സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ കാലയളവിൽ രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ സമരം എന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളത്? അദ്ദേഹം ഉൾപ്പെടുന്ന സംഘടന ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് ചേർന്ന ചരിത്രമല്ല ഈ രാജ്യത്തിന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. എത്രയോ ചരിത്രഘട്ടങ്ങൾ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക 3 എന്ന സംഖ്യ തന്നെ രാജ്യത്തിന് നല്ലതല്ല, ശുഭസൂചനയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ത്രിവർണ്ണ പതാക പറ്റില്ല എന്ന് വാദിച്ചിരുന്നവർ ആരായിരുന്നു? 2000 ആണ്ട് വരെ RSSന്റെ ഒരു കാര്യകാര്യത്തിലും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തില്ല എന്ന് പ്രഖ്യാപിച്ചവർ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതിയെ ഉൾക്കൊള്ളില്ല, അതുകൊണ്ട് ഭരണഘടന തന്നെ മോശമെന്ന് പ്രഖ്യാപിച്ചിരുന്നവർ ആരായിരുന്നു? ഇന്ത്യയുടെ ദേശീയ ഗാനം അതിവിടെ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ആരായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിൽക്കരുത്, അതല്ല ഒരു മതരാഷ്ട്രത്തിന് വേണ്ടതെന്ന് പ്രഖ്യാപിച്ചവർ ആരായിരുന്നു? അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഇവരുടെ പ്രസിദ്ധമായ വേദപുസ്തകത്തിൽ പേജ് 217 മുതൽ 242 വരെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി എണ്ണമിട്ട് പറയുന്നവർ ആരാണ്? ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. ഇവർ ആന്തരിക ഭീഷണികളാണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ സംജ്ഞയെ ഒറ്റുകൊടുത്തവരാണ്. തികഞ്ഞ ഇന്ത്യ വിരുദ്ധനാണ് ഈ പറയുന്നയാൾ. ഇന്ത്യ വിരുദ്ധനായ ഒരു മനുഷ്യന്റെ പേര് നമ്മളുടെ രാജ്യത്തെ ഒരു ശാസ്ത്ര സ്ഥാപനത്തിന് ഇടുന്നതിൽ പരം അപഹാസ്യകരമായ പരിഹാസ്യകരമായ ഒരു നടപടി വർത്തമാനകാല ഇന്ത്യയിൽ മറ്റൊന്നുണ്ടോ? എന്നിട്ട് ഇവിടെ നിന്ന് പറയുകയാണ് ഏതോ അതിർത്തി തർക്കം ഒത്തുതീർത്തോ, ഏതോ സംസ്ഥാനത്തെ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുവാൻ അദ്ദേഹം പങ്കുവഹിച്ചു. ഈ ഒരൊറ്റ കാര്യം വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇവരിപ്പോഴും വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആ പുസ്തകത്തിലെ പേജ് 217 മുതൽ 242 വരെയുള്ള അധ്യായങ്ങൾ അത് കള്ളമല്ലല്ലോ, അതിപ്പോഴും പ്രിന്റ് ചെയ്ത് ഈ രാജ്യത്ത് വിതരണം ചെയ്യുന്നില്ലേ? മതപരമായി ഇന്ത്യയെ വിഭജിച്ച് ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷ ഇതര സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ശത്രുപക്ഷത്ത് നിർത്തി അവരുടെയൊക്കെ ജീവൻ എടുക്കണമെന്ന് പറഞ്ഞയാളല്ലേ ഈ ഗോൾവാൾക്കർ? മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നതിന് 2 ആഴ്ചക്കാലം മുമ്പ് നമ്മളുടെ തലസ്ഥാന നഗരിയിൽ വന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രസംഗിച്ച ഗാന്ധി വിരുദ്ധ പ്രഭാഷണം നടത്തിയ മനുഷ്യനല്ലേ അദ്ദേഹം മുമ്പ് ഗുരു നിത്യചൈതന്യതീതന്റെ എഴുതുന്നുണ്ട്. ഇസ്ലാം സമുദായ അംഗമായ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു തവണ ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു. മുസ്ലിം നാമധാരി എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തടഞ്ഞു, അദ്ദേഹത്തെ പുറത്താക്കി. ആ അനുഭവം നിത്യചൈതന്യതീ വിവരിച്ചിട്ടില്ലേ? അതേ തുടർന്ന് RSSനോട് വിട പറയേണ്ട വന്ന അസുലഭമായ മുഹൂർത്തത്തെ കുറിച്ച് ലോകമാദരിക്കുന്ന ഗുരു നിത്യചൈതന്യതീ കവിതയൂർന്ന വാക്കുകളിലൂടെ നമ്മോട് എഴുതി വെച്ചത് ഓർമ്മിക്കുന്നില്ലേ? മഹാനായ കേരളത്തിന്റെ കവി ONVയും മഹാനായ എഴുത്തുകാരൻ മലയാറ്റൂരുമൊക്കെ ഈ ഗോൾവാൾക്കറുടെ പ്രസംഗം കേട്ട് പ്രതിഷേധിക്കാൻ പോയപ്പോൾ തല്ലുകൊണ്ട് ഓടേണ്ട വന്ന കഥ, RSSനോട് എങ്ങനെ അഭിമാനത്തോടു കൂടെ വിട ചോദിക്കേണ്ട വന്നു എന്നതിന്റെ കഥ നമ്മളെല്ലാവരും കേരള കൗമുദിയിലും കലാകൗമുദിയിലും എഴുതിയത് നമ്മുടെ ഓർമ്മയിലില്ലേ? ഇങ്ങനെ ഈ രാജ്യത്ത് സാമാന്യയുക്തിയും വിവരവുമുള്ള മുഴുവൻ ആളുകളും തള്ളിക്കറന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പതാകവാഹകനാണ് നിർഭാഗ്യവശാൽ ഒരു ശാസ്ത്ര സ്ഥാപനത്തിന്റെ പേരുകാരനായി നമ്മുടെ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്, കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇതിൽ പരം അപമാനമില്ല, ഇതിൽ പരം ലജ്ജാകരമായ അന്തരീക്ഷമില്ല. അങ്ങനെ ശാസ്ത്ര സ്ഥാപനത്തിന്റെ പേരിടാനാണെങ്കിൽ എത്രയോ ആദരണീയരായ ആളുകൾ ഉണ്ടായിരുന്നു. ഡോക്ടർ പൽപ്പു ഉണ്ടായിരുന്നു, ഡോക്ടർ GN രാമചന്ദ്രൻ ഉണ്ടായിരുന്നു, പുഷ്പ ഭാർഗവി ഉണ്ടായിരുന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ കേരളത്തിന്റെ അഭിമാനകരമായ ശാസ്ത്ര യശസ്സിനെ എത്രയോ 10 മടങ്ങ് ഉയർത്തിയ മഹാരഥന്മാരുടെ പേര് നമുക്ക് ചൂണ്ടിക്കാട്ടാറുണ്ട്. അപ്പം മറ്റു ചില പേരുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും നമുക്കൊരു ഭാഗ്യമുണ്ട്, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് അദ്ദേഹം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പണിക്ക് പോയത് കൊണ്ടാണല്ലോ എന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. നമ്മുടെ നാട്ടിൽ EMS ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു. അത് EMS നല്ല വേസ്ത്രി ആയതുകൊണ്ടാണ് ഭവന പദ്ധതിക്ക് ആ പേരിട്ടതെന്ന് അദ്ദേഹം ചോദിച്ചില്ല. അത്രയെങ്കിലും ഭാഗ്യം. റൈറ്റ് ജയ്ക്ക്, ഞാൻ വരാം. ഓരോ രാഷ്ട്രീയ കക്ഷികളും അധികാരത്തിലെത്തുമ്പോൾ അവരുടെ സിംബലുകളെ ഈ പറയുന്ന സ്മാരകങ്ങളായും സ്ഥാപനങ്ങളായും ഇടുന്നതിന് പിന്നിലെ രാഷ്ട്രീയ യുക്തി എന്ത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. ശ്രീ NP ചെക്കുട്ടി അതിന് മറുപടി പറയുമായിരിക്കും. ശ്രീ NP ചെക്കുട്ടി, ഗോൾവാൾക്കറിന്റെ പേരാണോ CPMനെയും പ്രതിപക്ഷത്തെയും അസ്വസ്ഥപ്പെടുത്തുന്നത്? പക്ഷെ അതിനു പിന്നിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അധികാരത്തിലെത്തുമ്പോൾ അവരുടെ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ സിംബലായി ഉപയോഗിക്കുന്നു, പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇടുന്നു എന്നുള്ളത് ഈ ജനാധിപത്യ ലോകത്തെ നമ്മൾ എങ്ങനെയാണ് അത്തരം സമീപനങ്ങളെ നമ്മൾ കാണേണ്ടത്? ഇത് അടൽ ബിഹാരി വാജ്പേയി എന്ന പേരിട്ടിരുന്നെങ്കിൽ ഇത് കുഴപ്പമാകുമായിരുന്നോ? ഇത് ഗോൾവാൾക്കറിന്റെ പേര് വന്നതാണോ ഇത്രയും അധികം വിവാദം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം? NP ചെക്കുട്ടി. എനിക്ക് തോന്നുന്നത് കേന്ദ്രം ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള
ആദർശ പുരുഷന്മാരെ ഇത്തരത്തിൽ ആദർശവൽക്കരിക്കാൻ ആരും ശ്രമിക്കാറുണ്ട്. ഈ സർക്കാർ മാത്രമല്ല, മുൻ സർക്കാരുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, ഈ ഗോൾവൽക്കറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള പദ്ധതികൾ ഈ നാട്ടിലുണ്ട്, ദീൻദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള പദ്ധതികൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഗോൾവൽക്കറിൻ്റെ പേര് കേരളത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഇടുമ്പോൾ ഇത്രയേറെ പ്രതിഷേധം ഉണ്ടാകുന്നത് നമ്മൾ പരിശോധിക്കും. രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഗോൾവൽക്കറും കേരളവും തമ്മിൽ എന്താ ബന്ധം? ഏതെങ്കിലും നിലയ്ക്ക് കേരളീയ സമൂഹത്തിന് ഒരു പ്രോഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? കേരളീയ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തിൽ പറയുന്നത്, ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ പിന്നെ ഈ എന്താ പറയുക ഈ കാളകളെ കൊണ്ടുവന്ന മാതിരി ചില എന്താ പറയുക നമ്മൾ ഈ ഇതാക്കാൻ ചില വംശശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ചില നോർത്ത് ഇന്ത്യൻ കാളകളെ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട് ഇവിടുത്തെ സ്ത്രീകളെയൊക്കെ പിന്നെ അവരുടെ ആദ്യത്തെ കുട്ടി നോർത്ത് ഇന്ത്യൻ കാളകളുടെ പ്രത്യേകമായിട്ടുള്ള പുത്രന്മാരായിട്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ച ഒരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളെ, രണ്ടാമത്തെ കാര്യം, അദ്ദേഹവും കേരളവും തമ്മിൽ വേറെ എന്ത് ബന്ധമുള്ളത്? കേരളത്തിൻ്റെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ ജാതീയതയെ, കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അവസ്ഥയെ വളരെയേറെ എന്താ പറയുക മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കേരളീയ സമൂഹത്തെ തന്നെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ സ്വീകാര്യനില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായിട്ട് ആലോചിച്ചല്ലേ വേണ്ടത്, ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ സ്ഥലത്ത്, കേരളത്തിൻ്റെ ഭൂമിയിൽ കേരളം നൽകിയൊരു സ്ഥാപനമാണത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും കേരള സർക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ ഒരു പേര് അവർ നിർദ്ദേശിക്കുന്നത്, ഏകപക്ഷീയമായിട്ട് കൊടുക്കുന്നത്? അത് നമ്മുടെ ഫെഡറൽ സമ്പ്രദായത്തിനെതിരുള്ള തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ഇത്തരം രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ഒരു കാരണവശാലും ആക്സെപ്റ്റബിൾ അല്ല. ഇത് വളരെ ഏകപക്ഷീയമായ നിലപാടാണ്. രണ്ടാമത്, ഇദ്ദേഹം കേരളത്തിൻ്റെ ഈ സ്ഥാപനത്തിന് പിന്നെ പേരിടാൻ പറ്റുള്ള യോഗ്യതയുള്ള ആളല്ല. ഈ രണ്ട് കാരണങ്ങൾ അവർ പരിശോധിക്കേണ്ടതാണ്, ഇത് തിരുത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, എൻ പി ജി ഞാൻ തിരിച്ചു വരാം. ശ്രീ സന്ദീപ് വാചസ്പതി, ജയ്ക്ക് പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടി, ഇന്ത്യയുടെ തന്നെ താല്പര്യങ്ങൾക്ക്, ഒരു ബഹുസ്വര ഇന്ത്യയുടെ തന്നെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരാളുടെ പേര് ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിന് എത്തുമ്പോൾ സ്വാഭാവികമായും അത് നൽകുന്ന സൂചന അപകടകരമാണെന്നാണ് ജയ്ക്ക് വാദിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം പല പല ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുന്നു. വിചാരധാരയിൽ പറയുന്നത്, വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നത്, ഗുരുജിയുടെ സാഹിത്യ സംഗ്രഹത്തിൽ പരാമർശിക്കുന്നത്, പല വേളകളിൽ പല മാധ്യമങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇതെല്ലാം. ഇതിൽ ഒരിടത്തും ബഹുസ്വരതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗോൾവാൾക്കറിനെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇവരുടെ പേരെല്ലാം അവരുടെയൊക്കെ പ്രധാനമന്ത്രി പദത്തിലോ അധികാര സ്ഥാനങ്ങളിലേക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടു വന്നതിൻ്റെയോ ഒക്കെ പേരിൽ വരുന്നതാണ്. അങ്ങനെ വരുന്ന പേരും ഈ ഗോൾവാൾക്കറിൻ്റെ പേരും തമ്മിൽ എങ്ങനെയാണ് തുലനപ്പെടുത്താൻ സാധിക്കുക? അവിടെയാണ് നമ്മുടെ സ്പെസിഫിക് ആയ ചോദ്യം. ഗോൾവാൾക്കർ ആധുനിക ഭാരതത്തിന് നിർമ്മിതിക്ക് നൽകിയ സംഭാവന എന്ത്? അതൊരു സ്പെസിഫിക് ആയ ചോദ്യമാണ്. ഒന്നുകിൽ അദ്ദേഹം ഒരു പഞ്ചായത്തിലെങ്കിലും നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ ഏതെങ്കിലും ആശയങ്ങൾ, പ്രത്യയശാസ്ത്രപരമായ ആശയങ്ങൾ നൽകണം. ഇതിൽ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്തിട്ടുണ്ടോ? സ്വാതന്ത്ര്യ സമര സേനാനിയായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ വേണമല്ലോ. ആ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ജയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നത്. സന്ദീപ്. അരുണെ, എനിക്ക് ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഞാൻ അരുണിനോടൊരു കാര്യം പറയാം. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം നടന്നപ്പോഴൊക്കെ CPIM-ന്റെ പ്രതിനിധികൾ ചർച്ചയുടെ ആദ്യത്തെ അരമണിക്കൂർ അപഹരിച്ചു പോകുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെ നമ്മളുടെ ഡയലോഗായി മാറുമ്പോൾ ഞങ്ങൾ കണ്ടിരുന്നിട്ടുണ്ട്. അന്ന് ചോദിച്ചപ്പോൾ അരുൺ പറഞ്ഞ ന്യായം, അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്, അതുകൊണ്ട് അവർക്ക് സമയം കൊടുത്തു എന്നാണ്. ആ ന്യായം എന്താ അരുണെ? BJP പ്രതിനിധി വരുമ്പോൾ BJP-യോട് ഇല്ലാത്തത്? ഞങ്ങൾക്കൊന്നും ഇതിന് മറുപടി ഇല്ലാത്തൊന്നുമല്ല. അപ്പൊ അരുണിന്റെ കമ്മ്യൂണിസ്റ്റ് പക്ഷപാതിത്വമാണ് ഇവിടെ കാണുന്നത്. അരുൺ നിഷ്പക്ഷനായ ആങ്കർ ആണെങ്കിൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. സ്വർണ്ണക്കടത്ത് വരുമ്പോൾ നിങ്ങൾക്ക് CPM-ന്റെ 1 മണിക്കൂർ ചർച്ചയിലെ 40 മിനിറ്റും നിങ്ങൾ അപഹരിച്ചിട്ടുണ്ട് CPM പ്രതിനിധികളുമായി. അപ്പോഴൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു. ശ്രീ സന്ദീപ്, മുരളീധരന്റെ വിഷയം വന്നപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സന്ദീപ്, നമുക്ക് അത് പറഞ്ഞ സമയം കളയരുതേ. അങ്ങ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാര്യത്തെ പറ്റി ഞാൻ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുൺ ഇടയ്ക്ക് വെച്ച് ഓടിപ്പോകരുതെന്നാണ് ഈ പറഞ്ഞത്. എനിക്ക് പറയാൻ കേൾക്കാനുള്ളത് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിക്കരുത്. ഗുരുജി ഗോൾവാൾക്കറിന്റെ പേരുള്ള ഒരു ചർച്ച അല്ലല്ല, അരുണിനോടാണ് അസ്വസ്ഥത.
അരുണിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖംമൂടിയോടാണ് എനിക്ക് അസ്വസ്ഥത. അല്ലെങ്കിൽ മുഖംമൂടി അണിഞ്ഞ് നീങ്ങേണ്ട സ്ഥാപനമൊന്നും അല്ലല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അങ്ങ് പറയും സന്ദീപേ. മുഖംമൂടി ഒന്നുമില്ല, അതാ നേരിട്ട് അങ്ങ് പറയും. പക്ഷെ ഞാൻ അല്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോകേണ്ട കൊള്ള സ്ഥാപനമൊന്നും അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. സന്ദീപിലേക്ക് വരൂ, സന്ദീപിന്റെ ചോദ്യത്തിലേക്ക് വരൂ. എന്റെ ചെവിയിൽ ഇതൊന്ന് കൂട്ടി വെക്കാൻ പറയും. എനിക്ക് ചെവിയിൽ ഇത് കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കും. ഇതൊന്ന് കൂട്ടി വെക്കാൻ പറയും. ശരി, ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാം, ഇടയ്ക്ക് ഇടപെടരുത്. ഇവിടെ ചോദിച്ച ഓരോ ചോദ്യത്തിനായിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്. ഇവിടെ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പഠിച്ച സാമൂഹ്യ ശാസ്ത്രത്തിൽ ഇതൊന്നും കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഈ നാടിന്റെ കുഴപ്പം. നിങ്ങൾ പഠിച്ച സാമൂഹ്യ ശാസ്ത്രമല്ല ഇവിടുത്തെ യഥാർത്ഥ സാമൂഹ്യ ശാസ്ത്രം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ നാട് ആഗ്രഹിക്കുന്നതും. നിങ്ങൾ പഠിച്ച തലതിരിഞ്ഞ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ചുവട് പിടിച്ചു പോകാൻ ഈ രാജ്യം ഇനി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് ഏതോ ഒരു രാജ്യവുമായി ഏതോ ഒരു സംസ്ഥാനം എന്നൊക്കെ തോന്നിയത്. താങ്കൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് കശ്മീർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതോ ഒരു സംസ്ഥാനമായി തോന്നിയത്. അതുകൊണ്ടാണ് കശ്മീരിന് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ള സ്ഥാനം എന്താണ് എന്നും കശ്മീരിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കാൻ ഗുരുജി ഗോൾവൽക്കർ നടത്തിയ പങ്ക് എന്താണ് എന്നും വിവരമുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും. ഒന്ന്. ഇനി രണ്ട്, ഈ എന്താ ഞാൻ പറഞ്ഞു, എനിക്കത് പറയുമ്പോൾ പെട്ടെന്ന് പോകുന്നു. രണ്ടാമത്തേത്, ഈ എന്താണ് പറയുന്നത്, സ്വാതന്ത്ര്യ സമരവുമായി എന്താണ് RSSന് ബന്ധമെന്നുള്ളത്. ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തോ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് RSSന്റെ സ്വാതന്ത്ര്യ സമര ബന്ധത്തെ പറ്റി താങ്കൾക്ക് അറിയുമോ സുഹൃത്തെ? RSSന്റെ സർസംഘചാലകായ ഡോക്ടർ കേശവബിലറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദർഭ പ്രാന്തത്തിന്റെ സെക്രട്ടറി ആയിരുന്നുവെന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് സമാന്തരമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് 6 മാസം തടവ് ശിക്ഷ അനുഭവിച്ച ആളാണ് ഡോക്ടർ കേശവബിലറാം ഹെഡ്ഗേവാർ എന്നും താങ്കൾ ആദ്യം മനസ്സിലാക്കണം. ആയിരക്കണക്കിന് സ്വയം സേവകർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. പിന്നെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. PC ജോഷി മാക്സ്വെൽ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർക്ക് എഴുതിയ കത്ത് നാഷണൽ ആർക്കൈവ്സിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനത് അയച്ചു തരാം. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഇവിടെ അനുവദിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് റെജിനാൾഡ് മാക്സ്വെൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥൻ അയച്ച കത്തുണ്ട്. ഇവിടെ ദേശാഭിമാനി അടക്കമുള്ളത് തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക സഹായം കിട്ടിയിട്ടാണ്. നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ ഞങ്ങളുടെ നേതാവല്ലി ചെറ്റ, ജപ്പാൻകാരുടെ കാല് നക്കി എന്ന് വിളിച്ചത് ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്തിട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം. 1942 നിങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തത് ബ്രിട്ടീഷുകാരന്റെ കാല് കഴുകി കുടിച്ചിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാരന്റെ കാല് കഴുകി കുടിച്ച ഏക പ്രസ്ഥാനമാണ് CPM. ആ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഡാങ്കെ കത്തുകൾ എന്ന് പറഞ്ഞ അറിയില്ലെങ്കിൽ അങ്ങ് പാർട്ടിയിലെ വിവരമുള്ള ആരോടെങ്കിലും ഡാങ്കെ കത്ത് എന്താണ് എന്ന് ചോദിക്കണം. ചരിത്രവിരുദ്ധമായി സംസാരിച്ചു പോകരുത്. അങ്ങ് പറഞ്ഞല്ലോ ഈ 1000-ഓളം ആളുകളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞു. ഈ നമ്മുടെ ഗോൾവാൾക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളോട് ഗോൾവാൾക്കർ പറഞ്ഞത് എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്നാണോ സംഘബലത്തിന് ശക്തി കൂട്ടണമെന്നാണോ? അതെന്താണെന്നറിയോ? അപ്പൊ അരുണെ, അത് ടോപ്പിക്ക് വേറെയാണ്, അതിനെല്ലാം മറുപടി ഉണ്ട്. അതായത് RSS എന്തിനു വേണ്ടിയാണ് ഉണ്ടായത് എന്ന് ആദ്യം നിങ്ങൾ പഠിച്ചിട്ട് ഒരു ബേസിക്, നമ്മൾ തമ്മിൽ എന്താണെന്നറിയോ, ബേസിക് ആയിട്ട് ഒത്തിരി വ്യത്യാസമുള്ളതുകൊണ്ടാണ് അതേപ്പറ്റി പറയാത്തത്. ഇത് നമ്മുടെ സമയമല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. RSS ഉണ്ടായിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല അരുണെ. RSS ഉണ്ടായത് ഇന്ത്യ നേടുന്ന സ്വാതന്ത്ര്യം ഇനി ഒരിക്കലും അടിയറ വെച്ച് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ജനങ്ങളെ വാർത്തെടുക്കാനാണ് RSS ഉണ്ടായത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടലായിരുന്നില്ല RSSന്റെ ലക്ഷ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള നിരവധി ദേശീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നും RSSന്റെ ലക്ഷ്യം ഇനിയും കിട്ടാൻ പോകുന്ന സ്വാതന്ത്ര്യം ഇനി ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള ഇന്ത്യയെ നിർമ്മിക്കലായിരുന്നു RSSന്റെ ലക്ഷ്യം. ആരുടെ കുടുംബസ്വത്തായിരുന്നില്ല അരുണെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരുടെയും കുടുംബസ്വത്തല്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുന്ന സ്വാതന്ത്ര്യത്തിന് മേൽ ഇന്ത്യയെ പടുത്തുയർത്തുക. അല്ല സന്ദീപ്, ഞാൻ വളരെ സീരിയസ് ആയി ചോദിക്കുകയാണ്. സന്ദീപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുന്ന സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഇന്ത്യയെ കെട്ടിപ്പടുക്കുക, അതായിരുന്നു RSSന്റെ താല്പര്യം. അങ്ങനെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുന്നതല്ല, ഇന്ത്യ നേടുന്ന സ്വാതന്ത്ര്യം ഇനി ഒരിക്കലും അടിയറവ് വെച്ചു പോകാതിരിക്കാൻ ഞങ്ങൾ പഠിച്ചത് ഇന്ത്യ ആദ്യമായിട്ടും അവസാനമായിട്ട് വന്ന വിദേശി അല്ല ബ്രിട്ടൻ. ഫ്രാൻസുകാർ വന്നു, ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, മുഗളന്മാർ വന്നു, ഹൂണന്മാർ വന്നു. ഇവരെല്ലാം ഇന്ത്യയെ അടിമത്തത്തിലാക്കി. ഒരാൾ പോയി മറ്റൊരാൾ വരുന്നു.
അപ്പൊ ഇന്ത്യ തുടർച്ചയായി കണ്ടിന്യൂസ് ആയി അടിമത്തത്തിലേക്ക് പോകുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചപ്പോൾ ഉണ്ടായ ഉത്തരമാണ് RSS. ഒരിക്കൽ കിട്ടിയ സ്വാതന്ത്ര്യം നിലനിർത്താൻ തക്ക ശേഷിയുള്ള ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് RSSന്റെ ലക്ഷ്യം. അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനല്ല. ഗോൾവാൾക്കർ ആണല്ലോ നമ്മുടെ വിഷയം. ഗോൾവാൾക്കർ ഈ സ്വാതന്ത്ര്യ സമരത്തോട് ഗോൾവാൾക്കറിന്റെ നിലപാട് എന്തായിരുന്നു സന്ദീപ്? അതല്ലേ ഇപ്പൊ പറഞ്ഞത്? എന്ത് അതല്ലേ ഇപ്പൊ പറഞ്ഞത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനുള്ള സംഘടന ആയിരുന്നില്ല എന്നും സ്വയം സേവകർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുണ്ട്. ഞങ്ങൾ പറഞ്ഞത് RSS ഒരു സംഘടന എന്ന നിലയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമായിരുന്നില്ല. ഗുരുജി സാഹിത്യ സംഗ്രഹത്തിൽ പറയുന്നതുപോലെ ഇദ്ദേഹത്തോട് ഈ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ഗോൾവാൾക്കറുടെ മറുപടി എന്തായിരുന്നു എന്നാണ്. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്നായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഊർജ്ജം കളയാതെ സംഘബലത്തിന് കൂടുതൽ ശക്തി പകരൂ എന്നായിരുന്നു. അത്രയേ ഉള്ളൂ എന്റെ ചോദ്യം. അത് അങ്ങ് രണ്ടാമത്തേതാണെന്ന് പറഞ്ഞ ചർച്ച അവസാനിച്ചു. ഞങ്ങളൊന്നും ഇതൊക്കെ അല്ല, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല. ഗുരുജി സാഹിത്യ ഞങ്ങൾക്ക് വിവരമില്ല. എന്നെ ഒന്ന് കാണിച്ചു തരൂ, എത്രാമത്തെ പേജാണെന്നൊന്നും ഗുരുജി സാഹിത്യ സംഗ്രഹം നേഷൻഹുഡ് വായിക്കൂ. ഇന്ത്യ എങ്ങനെയാണ് വിഭജിക്കുന്നത്, ശത്രുക്കളെ കുറിച്ച് വായിക്കൂ. അത് പറയാം. അതിലേക്കാണ് വരുന്നത്. നിങ്ങൾ ഓടിപ്പോകാതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ പറഞ്ഞ അരുണെ ഞാൻ ചോദിക്കട്ടെ, അരുൺ ഈ പറയുന്ന ബെഞ്ച് ഓഫ് തോട്ട്സ് വായിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, എന്റെ കയ്യിലുണ്ട്, കോപ്പിയുണ്ട്. ശരി, ആരാണ് ബെഞ്ച് ഓഫ് തോട്ട്സ് എഴുതിയത്? ബെഞ്ച് ഓഫ് തോട്ട്സ് എഴുതിയതല്ല. ബെഞ്ച് ഓഫ് തോട്ട്സ് ഗോൾവാൾക്കറിന്റെ പ്രഭാഷണങ്ങളുടെ ചിന്തകളുടെ രൂപമാണ്. എഴുതിയത് ഗോൾവാൾക്കർ ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു ചെറുപ്പക്കാരന് വിവരക്കേട് പറഞ്ഞപ്പോ താങ്കൾ തിരുത്താമായിരുന്നല്ലോ. വിചാരധാര ആരുടെ ചിന്തയാണ്? അരുണേ, ഗുരുജി എഴുതിയതും ഗുരുജിയുടെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ കത്തുകളും ചിന്തകളും മറ്റൊരാൾ സമാഹരിക്കുന്നതും തമ്മിൽ അജഗജാന്തരമുണ്ട് അരുണേ. അതെന്താ അരുൺ തിരുത്താഞ്ഞത്? ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് ഗോൾവാൾക്കർ പറഞ്ഞിട്ടില്ലെന്നാണോ സന്ദീപിന്റെ? പറയാം, പറഞ്ഞോളൂ. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പുസ്തകം പുറത്തിറക്കുന്നത് ബാംഗ്ലൂരിലുള്ള വിക്രമപ്രകാശൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ്. പ്രൊഫസർ MA വെങ്കട്ടറാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബഞ്ച് ഓഫ് തോട്ട്സിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതിന്റെ പ്രിഫേസിൽ അവരൊരു വരി എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: നാച്ചുറലി ദ ഐഡിയാസ് കണ്ടെയ്ൻഡ് ഹിയറിൻ ആർ ഹിസ് ബട്ട് ദ വേർഡ്സ് ആർ അവേഴ്സ്. അതായത് ഇതിൽ പറയുന്ന വാക്കുകൾ ഞങ്ങളുടേതാണ്. അത് ആരാണ് ഈ പറയുന്നത്? പുസ്തകം പുറത്തിറക്കിയവർ പറയാ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വെർബാറ്റം ഓഫ് വാട്ട് വാസ് ഗുരുജി സെഡ്. മനസ്സിലായല്ലോ? ഗുരുജിയുടെ ഐഡിയകളെ അവർ സമാഹരിച്ചതാണ്. ഒന്ന്. ഇനി ഇന്റേണൽ ത്രെട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഹെഡിങ് അല്ലാതെ അതിലേക്ക് പോയിട്ടുണ്ടോ? ശരി, ഇന്ത്യയുടെ ഇന്റേണൽ ത്രെട്ടാണ് മുസ്ലിംസ്. ഏത് മുസ്ലിമിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാകിസ്ഥാനിൽ നിന്നും പറയുന്ന മതത്തെ അല്ല അവിടെ പറയുന്നത്. അല്ല, കേൾക്കൂ, ഞാൻ പറയാം. മുസ്ലിം എന്ന് പറയുന്ന മതത്തെ പറ്റി അല്ല അവിടെ സംസാരിക്കുന്നത്. അവിടെ പറയുന്നു മുസ്ലിം ലീഗ് ഹാസ് അഗൈൻ റൈസ്ഡ് ഇറ്റ്സ് അഗ്ലി ഹെഡ് ഇൻ ദ സൗത്ത്. അതായത് തെക്കുവശത്ത്, ഇന്ത്യയുടെ തെക്കുഭാഗമായ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടാൻ മുസ്ലിം ലീഗ് നടത്തിയ നാണംകെട്ട നാറിയ കഥകളെ പറ്റിയാണ് ഇന്റേണൽ ത്രെട്ട് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന തലക്കെട്ടിന്റെ താഴെ ഇരുന്ന വാചകമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് ഏതെങ്കിലും മുസ്ലിം മതത്തിനെതിരെ അല്ല. മുസ്ലിം ലീഗ് ഇന്ത്യയുടെ പാർട്ടീഷന് വേണ്ടി കളിച്ച നാറിയ കളികൾ, അതേപറ്റിയാണ് പറയുന്നത്. കേട്ടോളൂ. മുസ്ലിം ലീഗ് ഹാസ് അഗൈൻ റൈസ്ഡ് ഇറ്റ്സ് അഗ്ലി ഹെഡ് ഇൻ ദ സൗത്ത്. ദ ക്രിയേഷൻ ഓഫ് പാകിസ്ഥാൻ woke up the Hindus in the north, at least for the time being, to the danger of Muslim League. So the League leaders shifted their headquarters to the south. The main agitation in Kerala, which brought down the communist government, gave them a golden opportunity to come out in the open. അതായത് കേരളത്തിലെ EMS സർക്കാരിനെ പിരിച്ചുവിടാൻ ലീഗ് നടത്തിയ നാറിയ കളികളെ വിമർശിച്ചുകൊണ്ടാണ് ഇന്റേണൽ ത്രെട്ട് എന്ന ഭാഗത്ത് ഈ പറയുന്ന ബഞ്ച് ഓഫ് തോട്ട്സിൽ രേഖപ്പെടുത്തലുള്ളത്. നിങ്ങൾ ഹെഡിങ് വായിച്ചുകൊണ്ട് പറ്റില്ല. ഇനിയുണ്ട്. ഇനി പറയുന്നു, then in Kerala during the people's agitation against the communist ministry, ക്രിസ്ത്യാനികളെ പറ്റി പറയുന്നിടത്താണ്, the Christian leaders used to say that it was a life and death struggle for the Christian missionaries in Kerala. അതായത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിച്ച
മുസ്ലിം ലീഗിനെയും ക്രിസ്ത്യൻ മിഷനറിമാരെയുമാണ് ഇത് രണ്ടുകൊണ്ടും വിവക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ മുസ്ലിം മതത്തെ പറ്റി പറയുന്നില്ല. ഖുറാനെതിരെയല്ല വിമർശനം, ബൈബിളിനെതിരെയല്ല വിമർശനം, യേശുവിനെതിരെയല്ല വിമർശനം, മുഹമ്മദ് നബിക്കെതിരെയല്ല വിമർശനം. മുസ്ലിം ലീഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണിച്ച നാറിയ നാണംകെട്ട രാഷ്ട്രവിരുദ്ധ കളികളെ പറ്റിയാണ് ഇന്റേണൽ ത്രെട്ട് എന്ന ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ ആ ഇന്റേണൽ ത്രെട്ടിന്റെ ഹെഡിങ് മാത്രം വായിച്ചിട്ട് മുസ്ലിം എന്ന് കേട്ടപ്പോ ആഹോ എന്തോ കിട്ടിപ്പോയി മറുപടി പറയാൻ ശ്രമിച്ചതുകൊണ്ട് ജയ്ക്ക് എനിക്ക് ഉത്തരവുണ്ട്. ഞാൻ അതിലേക്ക് വരുമ്പോൾ ജയ്ക്ക് എന്താണ് ഇതിന് മറുപടി പറയാനുള്ളതെന്ന് കേട്ടിട്ട് ഞാൻ തിരിച്ചു വരാം. ജയ്ക്ക് ഒരു നിമിഷം അതിനുള്ള മറുപടി സന്ദീപിന് കിട്ടിയിട്ട് ഞാൻ സന്ദീപിലേക്ക് വീണ്ടും തിരിച്ചു തന്നെ വരാം. പറഞ്ഞോ ജയ്ക്ക് മറുപടി. ഇല്ല, ഇദ്ദേഹം അപ്പോൾ എന്താണ് പറഞ്ഞു വെക്കുന്നത്? എന്താണ് ഈ വിചാരധാര എന്ന് പറയുന്ന ബഞ്ച് ഓഫ് തോട്ട്സ്, അതിൽ ആന്തരിക ഭീഷണികളായി കണ്ടെത്തിയിട്ടുള്ള മാർക്സിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഈ കാര്യത്തെ സംബന്ധിച്ച് ഗോൾവൾക്കർ പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം ഈ പറഞ്ഞ ആന്തരിക ഭീഷണികളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. അതാണോ ഇദ്ദേഹം പറയുന്നത്? എന്ത് തരത്തിലുള്ള കാര്യമാണ്? ഇതേവരെ ഏതെങ്കിലും ഒരു RSS നേതാവ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തിയതായിട്ട് നമ്മുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? പിന്നെ അദ്ദേഹം വി ആർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് വളരെ പ്രസിദ്ധമായ പുസ്തകമാണല്ലോ, അങ്ങ് ചൂണ്ടിക്കാണിച്ചല്ലോ. അതിന്റെ പേജ് 35 പറയുന്നത് എന്താണ്? സെമറ്റിക് വംശങ്ങളെ ഉന്മൂലനം ചെയ്ത് വംശീയത ഉയർത്തിപ്പിടിച്ച ജർമ്മനിയിൽ നിന്ന് വേണം ഇന്ത്യ പാഠം ഉൾക്കൊള്ളാൻ. ആരാണ് ജർമ്മനി? സമാധാനപൂർവ്വം ലക്ഷോപലക്ഷം മനുഷ്യായുസ്സുകളെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചത് ആരാണോ ജർമ്മനി? അല്ലല്ലോ. എന്താണ് ജർമ്മനിയുടെ പ്രത്യേകത? എന്താണ്? വംശീയതയും ജാതീയതയും ഉയർത്തിപ്പിടിച്ച ആയിരക്കണക്കിന് പറഞ്ഞ മനുഷ്യായുസ്സുകളെ കൊന്നൊടുക്കിയ രാജ്യത്തിന്റെ പേരാണ് ജർമ്മനി. ആ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യ പാഠം പഠിക്കണമെന്ന് പറഞ്ഞ് ഒരു നരാധമനെ ചൂണ്ടിക്കാട്ടിയിട്ട് വേണോ നമ്മുടെ നാട് പുതിയ നായകനെ കണ്ടെത്താൻ എന്നുള്ളത്? അത് RSSന്റെ ശാഖയിൽ പറഞ്ഞാൽ മതി. ഇവിടെ വന്നത് അങ്ങ് വിളമ്പേണ്ടതില്ല. പിന്നെ അങ്ങ് ഇതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങ് പല മര്യാദകളുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് സംസാരിച്ചു. അതെ ഞാൻ പറഞ്ഞു തീരട്ടെ. സന്ദീപ് പറഞ്ഞപ്പോ ജയിക്ക് പറഞ്ഞില്ലല്ലോ. ഒരു നിമിഷം ഞാൻ എവിടെ വിളമ്പണം എന്നുള്ള ഉപദേശം കേട്ടുകൊണ്ട് നിൽക്കരുത്. അല്ലല്ല, മറുപടി പറയട്ടെ. ഞാൻ അങ്ങ് പറഞ്ഞതും കേട്ടിരുന്നല്ലോ ജയിക്ക്. അല്ല, നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നല്ലോ. ജയിക്ക് മറുപടി വളരെ അക്കാദമികമായ ഒരു സംശയമാണ് മുന്നോട്ട് വെച്ചത്. കേരള സർക്കാരിനെ പിരിച്ചുവിടുന്നത് അടക്കമുള്ള കാര്യങ്ങളും മുസ്ലിം ലീഗ് എടുത്ത നടപടികളാണ് ഈ മുസ്ലിം വിഭാഗത്തെ ഇന്റേണൽ ത്രെട്ട് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് ഗോൾവാൾക്കർ ഉപയോഗിച്ചത് എന്ന ഒരു പുതിയ ചരിത്ര പാഠമാണ് സന്ദീപ് നൽകിയത്. അതിനെക്കുറിച്ചാണ് ഞാൻ ജയിക്കിനോട് ചോദിച്ചത്. ജയിക്ക് അതിനെ കുറിച്ചുള്ള മറുപടി. പുതിയ ചരിത്രപാഠമല്ല, നിങ്ങൾ ആ ടെക്സ്റ്റ് വായിച്ചിട്ടില്ല എന്ന് ഇതോടുകൂടി മനസ്സിലായില്ല. ഒരു നിമിഷം സന്ദീപ്, ഒരു നിമിഷം. ജയിക്ക് തുടരും. അല്ല, നടത്തിയല്ലോ. തുടരും. അതെ, വിചാരധാരയിൽ നിന്ന് ഞാൻ നേരെ പറഞ്ഞു വി ആർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്. അതിനി ആരുടെ പ്രഭാഷണമാണ്? അതിനി മറ്റാരെങ്കിലും എഴുതി ചേർത്ത് വെച്ചതാണോ ചമച്ചതാണോ? അദ്ദേഹം വിശദമാക്കട്ടെ. അതിൽ സംശയങ്ങൾക്കിടവില്ലാത്ത വണ്ണം പറഞ്ഞിരിക്കുന്നു. ജനലക്ഷങ്ങളെ കൊന്നൊടുക്കിയ വംശീയത അഭിമാനാർഹമായി ഉയർത്തിപ്പിടിച്ച ജർമ്മനി ഏത്? സ്വന്തം നാട്ടിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയ ഗ്യാസ് ചേമ്പറിലൂടെ ചുട്ടുകരിച്ച ഒരു രാജ്യത്തെ നോക്കി ഇന്ത്യയെ പോലെ ബഹുസ്വരതയുടെ നാട് പഠിക്കണമെന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വി ആർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്. ഈ മനുഷ്യനെ നോക്കിയിട്ട് വേണോ നമ്മുടെ നാട് ഒരു ശാസ്ത്ര സ്ഥാപനത്തെ അഭിമാനാർഹമായ പുതിയ പടവുകളിലേക്ക് നയിക്കുവാൻ? ഇനി അതൊക്കെ പോട്ടെ, ഇദ്ദേഹം പല ആവർത്തി മര്യാദകളുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് സംസാരിച്ചു. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് പുത്തരിയല്ല, RSS അല്ലേ. RSSൽ നിന്ന് എന്ത് മര്യാദ നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അദ്ദേഹം പല ആവർത്തി പറഞ്ഞു ഈ ചെറുപ്പക്കാരന്റെ വിവരമില്ലായ്മയെന്ന്. മധ്യവയസ്ക അങ്ങയുടെ വിവര കൂടുതൽ കൊണ്ട് അങ്ങ് പഠിച്ച സാമൂഹ്യ ശാസ്ത്ര ചരിത്ര പാഠങ്ങൾ എന്താണ്? ജയിക്ക് പറഞ്ഞു നിർത്തിയത് എന്താണ് ഏറ്റവും ഒടുവിൽ? ജയിക്ക് പറഞ്ഞോളൂ, തുടർന്നോളൂ. ഒരു നിമിഷം ജയിക്കിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ സന്ദീപിലേക്ക് വരുമ്പോൾ ഫ്രീസ് ആയതാണ്. ഞാൻ സന്ദീപിലേക്ക് വരുന്നതിന് മുമ്പ് ചെക്കുട്ടിയോട് കൂടി പ്രതികരണം എടുത്തത്. ചെക്കുട്ടി, വിചാരധാരയെക്കുറിച്ച് സന്ദീപിന്റെ നിർവചനം താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെ തന്നെയാണോ വിചാരധാരയിൽ ഗോൾവാൾക്കർ ഉദ്ദേശിച്ചതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ അങ്ങയുടെ ഓർമ്മയിൽ നിന്നെടുത്താൽ? യഥാർത്ഥത്തിൽ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്റേണൽ എന്താ പറയുക എനിമീസ് എന്ന മട്ടിൽ RSS വളരെ ദീർഘകാലം എനിക്ക് ആ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ തന്നെ അവർ ഇന്റേണൽ എനിമീസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. മാത്രമല്ല ദീർഘകാലമായിട്ട് RSSന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ഈ വിഭാഗങ്ങളോട് അവരുടെ സമീപനം നമ്മുടെ അനുഭവത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല, പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ നേരെ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ നമുക്ക് കാണാൻ എന്താ പറയുക, ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. ഇന്നിപ്പം BJP ഭരിക്കുന്ന ഈ രാജ്യത്ത് BJPക്ക് എത്ര മുസ്ലിം MP-മാരുണ്ട്, എത്ര മുസ്ലിം MP-മാരെ അവർക്ക് ഇപ്പോൾ ജയിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇന്ത്യൻ പാർലമെന്റിലായാലും ശരി, UP അടക്കമുള്ള UP-ൽ 26% മുസ്ലിങ്ങളുടെ സ്ഥലത്ത് ഒരു തരത്തിൽ ഒരൊറ്റ MLA പോലും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ആ തരത്തിലുള്ള വളരെ ഭീകരമായിട്ടുള്ള എക്സ്ക്ലൂഷൻ, മാർജിനലൈസേഷൻ ഈ സമൂഹങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതാണ് റിയാലിറ്റി. അപ്പൊ അത് ഇപ്പോൾ ഒരു അതിഥി നേരിട്ട് നമ്മളിലേക്ക് വിളിച്ചിട്ടുണ്ട്, 24ലേക്ക് വിളിച്ച് തനിക്ക് പ്രതികരിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് മുൻ MP-യും CPM നേതാവുമായ MP രാജേഷാണ്. MP രാജേഷ്, അങ്ങ് ഈ ചർച്ച കണ്ടിട്ട് 24ലേക്ക് വിളിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് ഈ ഘട്ടത്തിൽ എന്തോ സന്ദീപിനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞതായും ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേക്ക് സന്ദീപിനോട് ചോദിക്കാം. BJP-യുടെ പ്രതിനിധി ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായിട്ടുള്ള വളച്ചൊടിച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചു. എത്ര അവസരവാദപരമായിട്ടാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് എന്നതിന്റെ ലക്ഷണമാണ്, തെളിവാണത്. അതുകൊണ്ട് സഹിക്കവയ്യാതെയാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഇത് ഞാൻ സംസാരിക്കണമെന്നല്ല പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതാവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തായാലും എന്നെ വിളിച്ചതിൽ സന്തോഷം. അദ്ദേഹം ഇവിടെ ഏത് പുസ്തകം, ഏത് പേജ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ അദ്ദേഹത്തെ പറയാൻ ആഗ്രഹിക്കുന്നു, വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്, അത് ഗോൾവാക്കറുടെ പുസ്തകമാണ്, അല്ല എന്ന് അദ്ദേഹം തള്ളി പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഭാരത് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചതാണ്, ഇവരുടെ പ്രസാധക സംഘമാണ്. പേജ് 35 പറയുന്നത്, ജർമ്മനി ഹാസ് ഓൾസോ ഷോൺ ഹൗ well nigh impossible it is for races and cultures having differences going to the root എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ നീണ്ട വാചകമാണ്. അതിൽ പറയുന്നത് ജർമ്മനി സെമിറ്റിക് മതമായ ജൂതന്മാരെ ഉന്മൂലനം ചെയ്തത് ഹിന്ദുസ്ഥാന് പ്രയോജനപ്പെടുത്താവുന്ന ഒരു പാഠമാണ്. ഞാൻ എളുപ്പത്തിൽ പരിഭാഷപ്പെടുത്തുകയാണ്, തർക്കമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വാചകം മുഴുവൻ വായിക്കാം. ജർമ്മനി അവിടെ ചെയ്തത് ഹിന്ദുസ്ഥാന് പ്രയോജനപ്പെടുത്താവുന്ന പാഠമാണ്. ഇത് തള്ളിക്കളയുമോ? പേജ് 35, ഏത് പുസ്തകമാണെന്നൊക്കെ ചോദിച്ചല്ലോ. വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്, പേജ് 35. ഇനി വീണ്ടും പോയാൽ പേജ് 48 പറയുന്നുണ്ട്, ഹിന്ദു വംശത്തിൽപ്പെട്ട ആളുകൾക്കല്ലാതെ മറ്റാർക്കും പൗരാവകാശം പോലും ഇന്ത്യയിൽ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പേജ് 48. അദ്ദേഹം പേജൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാണ്. മാത്രമല്ല വേറൊന്നുകൂടി അതിൽ പറയുന്നുണ്ട്, ഹിന്ദുക്കളല്ലാത്ത ആളുകൾ ഹിന്ദു രാഷ്ട്രത്തിന് പൂർണ്ണമായും കീഴ്പ്പെട്ട് ഒന്നും അവകാശപ്പെടാതെ ഒരു സവിശേഷാധികാരവും ഇല്ലാതെ പൗരാവകാശം പോലും ഇല്ലാതെ ഇവിടെ കഴിയണം, അല്ലെങ്കിൽ അവരുടെ ഔദാര്യത്തിൽ രാജ്യം വിട്ടു പോകണം എന്നാണ്. പേജ് 47ഉം 48ഉം വിശദമായി തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും ഗോൾവാക്കർ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. വേറൊന്ന് ഞാൻ കേട്ടത്, യാദൃശ്ചികമായിട്ട് കേട്ടതാണ്, അദ്ദേഹം പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യം പറയാതിരിക്കാനാവില്ലല്ലോ. വേറൊന്ന് കേട്ടത് വിചാരധാരയെ കുറിച്ചാണ്. വിചാരധാരയ്ക്ക് ഗോൾവാക്കർക്ക് ഉത്തരവാദിത്വമില്ല എന്ന് വരെ പറയുന്നത് കേട്ടു. മലയാളം പരിഭാഷ പ്രസിദ്ധീകരിച്ചത്, അതിന്റെ 6ാം പതിപ്പാണ് എന്റെ കൈവശമുള്ളത്, കുരുക്ഷേത്ര പ്രകാശൻ. അത് പരിഭാഷപ്പെടുത്തിയത് P. മാധവൻ. ഇവര് ഇതിപ്പോ തള്ളിപ്പറയുകയാണോ? തള്ളിപ്പറയുകയാണെങ്കിൽ ഈ പുസ്തകം പിൻവലിക്കണ്ടേ? ഇതിനെതിരായി കേസ് കൊടുക്കണ്ടേ? ഈ പുസ്തകത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയല്ല പറഞ്ഞെന്നാ പറഞ്ഞത്. ഞാൻ ഒരു വാചകം വായിക്കാം. പേജ് 218. ആ പേജ് 218 പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ തുടർന്ന് താമസിച്ചവർക്ക് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഉണ്ടായ ശേഷം ഇവിടെ തുടർന്ന് താമസിച്ചവർക്ക് അതിന് ശേഷമെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ചോദ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒറ്റ രാത്രി കൊണ്ട് അവരെല്ലാം രാജ്യസ്നേഹികളായി മാറിയെന്ന് വിശ്വസിച്ച് സ്വയം വഞ്ചിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ രാജ്യത്തിന് നേരെ ഭാവിയിലുള്ള അവരുടെ ആക്രമണ തന്ത്രങ്ങൾക്കെല്ലാം ഉള്ളൊരു ചവിട്ടുപടിയായി മുസ്ലിങ്ങളെ കൊണ്ടുള്ള ശല്യം 100 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണെന്നാണ്. ഇനിയും ധാരാളമുണ്ട്. ഇത് ഞാൻ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. വസ്തുതാവിരുദ്ധമായി പറഞ്ഞ് ജനങ്ങളെ. അതിന് മറുപടി സന്ദീപ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ശ്രീ സന്ദീപ് ജസ്പതി,
ഇവിടെ എം പി രാജേഷ് ഉയർത്തിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് വി ഓർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തെ അധികരിച്ചും, രണ്ട് വിചാരധാരയിലെ അങ്ങ് പറഞ്ഞ ആഭ്യന്തര ശത്രുക്കളിലെ മുസ്ലിങ്ങളുടെ പരാമർശത്തെക്കുറിച്ചും. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടാൻ ഇതിപ്പോൾ പ്രതികരിക്കട്ടെ എന്ന് കരുതിയാണ്. അങ്ങ് പറഞ്ഞതല്ല വാസ്തവമെന്ന് എം പി രാജേഷും ജയ്ക്കും സമർത്ഥിക്കുന്നു. എൻ്റെ കയ്യിൽ വിചാരധാരയുണ്ട്, ഞാൻ കണ്ട വിചാരധാരയിലും അങ്ങ് പറഞ്ഞതുപോലെയല്ല. അങ്ങേക്ക് തുടരാം. എന്താണ് നിങ്ങൾ കണ്ട വിചാരധാരയിലുള്ളതെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ശരി, വിചാരധാര എന്ന് പറഞ്ഞ ഇന്റേണൽ ത്രെറ്റ് പാർട്ട് 2 ദ നേഷൻ ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ്. സർ, അങ്ങ് എന്നോട് പറയാനാണെങ്കിൽ ഞാൻ ആ ഭാഗം ഞാൻ അങ്ങേക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇപ്പോൾ എം പി രാജേഷ് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ കാര്യം അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദ മുസ്ലിംസിനെ കുറിച്ചുള്ള ആദ്യത്തെ ഭാഗം പരാമർശിക്കുന്നത്, ഇറ്റ് ഹാസ് ബീൻ ദ ട്രാജിക് ലെസൺ ഓഫ് ദ കൺട്രി ഓഫ് മെനി കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് ദ ഹോസ്റ്റൈൽ എലമെന്റ്സ് വിത്തിൻ ദ കൺട്രി പോസ് എ ഫാർ ഗ്രേറ്റർ മെനസ് ടു നാഷണൽ സെക്യൂരിറ്റി ദാൻ അഗ്രസേഴ്സ് ഫ്രം ഔട്ട്സൈഡ്. പുറത്തു നിന്നുള്ള ശത്രുക്കളെക്കാൾ രാജ്യത്തിനകത്തു നിന്നുള്ള ശത്രുക്കളാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയാവുന്നത് എന്ന് തുടങ്ങുന്നതാണ് ആദ്യത്തെ പാരഗ്രാഫ്. അതിനുശേഷം ലെറ്റ് ഫാക്ട്സ് ചെക്ക് എന്ന് പറയുന്ന ഭാഗം അവസാനിക്കുന്ന പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് വുഡ് ബി സൂയിസൈഡൽ ടു ഡെല്യൂഡ് അവർസെൽസ് ഇൻ ടു ബിലീവിംഗ് ദാറ്റ് ദേ ഹാവ് ടേൺഡ് പാട്രിയോട്സ് ഓവർനൈറ്റ് after the creation of Pakistan. On the contrary, ശ്രദ്ധിച്ച് കേൾക്കണം, on the contrary, the Muslims menace has increased 100-fold by the creation of Pakistan, which has become a springboard for all their future aggressive designs on our country. ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ്. How will you define this? ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ നിർവചിക്കുന്നത്? ഇതിനെ എങ്ങനെയാണ് കേരള സർക്കാരിനെ അട്ടിമറിച്ച മുസ്ലിം ലീഗുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുത്തുന്നത്? ശരി, ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി എനിക്ക് ഇടപെടാമല്ലോ, സംസാരിക്കാമല്ലോ. തീർച്ചയായും എനിക്ക് സംസാരിക്കാമോ? തീർച്ചയായും. അല്ല, ഞാൻ ആദ്യം മുതൽ പറയും, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല എന്ന് ഞാൻ ഒത്തിരി തവണ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പതുക്കെ പറഞ്ഞ് എനിക്ക് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോ അങ്ങിപ്പോ വായിച്ചതേ സാധനം തന്നെയാണല്ലോ എം പി രാജേഷും ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് രണ്ടിനും കൂടെ ഒറ്റ മറുപടി മതി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇതിൽ എവിടെയാണ് ഇസ്ലാം മതത്തിനെതിരെ പറയുന്നത്? മുസ്ലിങ്ങൾ പാകിസ്ഥാൻ മേടിച്ച് ഇന്ത്യയിൽ നിന്നും കുറെ ആൾക്കാർ പോയി എങ്കിലും രാജ്യത്തിന് അകത്ത് നിന്ന് അവർ ചെയ്യുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? ഈ 2020 യാഥാർത്ഥ്യമല്ലേ? എന്താണ് നിങ്ങൾക്ക് അതിന് അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവെന്താണ്? രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് കാശ്മീരിനെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു, പഞ്ചാബിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കേരളത്തിൽ മലപ്പുറത്ത് പ്രത്യേക ജില്ല വേണമെന്ന് പറഞ്ഞ് മലപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, രാജ്യത്ത് ആഭ്യന്തര കുഴപ്പങ്ങൾ പരിഹരിക്കപ്പെട്ടു, അല്ലെങ്കിൽ രാജ്യത്തെ സ്റ്റേറ്റ്മെന്റ് സന്ദീപിന് നമ്മുടെ ചാനലിലൂടെ പറയാൻ കഴിയില്ല. അത് BJPയുടെ ഫോറങ്ങളിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മുസ്ലിംസ് നടത്തുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. നിങ്ങൾക്കില്ല? തടിയന്റെ അവിടെ നസീർ ആരാണ്? പാകിസ്ഥാനിയാണോ? അത് മുസ്ലിങ്ങളായതുകൊണ്ടല്ലോ. രാജ്യവിരുദ്ധനാവുന്നത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ മലേഗാവ് സ്ഫോടന കേസിലെ പ്രതി ഇന്ത്യ വിരുദ്ധനല്ലേ? മലേഗാവ് സ്ഫോടന കേസിലെ പ്രതി ഒരു ഹിന്ദുവാകുമ്പോ അവർ സ്വാഭാവികമായി ഹിന്ദുക്കൾ ഇന്ത്യക്കെതിരാണെന്ന് താങ്കൾ നിലപാടെടുക്കുമോ? എന്നാണോ ഞാൻ മുസ്ലിങ്ങൾ ഇന്ത്യക്കെതിരെ? അതാണ് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് ഒരു സമുദായത്തെ താങ്കൾ അളക്കരുത്. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് സമുദായത്തെ അളക്കരുത്. ഉരുട്ടുകളിയൊന്നുമല്ല, വളരെ സ്ട്രൈറ്റ്. ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാ ചോദിക്കുന്നത്. മുസ്ലിങ്ങൾ ഇന്ത്യയിലെ 100% മുസ്ലിങ്ങളും ഇന്ത്യക്കെതിരാണ് എന്ന് ഞാൻ പറഞ്ഞതായിട്ട് അരുണ് കാണിച്ചാൽ, അങ്ങനെയല്ലല്ലോ താങ്കൾ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയില്ല. അതിലും മുസ്ലിങ്ങൾ ഉണ്ടാവാം, ഹിന്ദുക്കൾ ഉണ്ടാവാം, മറ്റു വിഭാഗങ്ങൾ ഉണ്ടാവാം, തീവ്രവാദികൾ ഉണ്ടാവാം. ഒരു മതവിഭാഗത്തെ നമുക്ക് അങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല സന്ദീപ്. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഒരു മതവിഭാഗത്തെ നമുക്ക് അങ്ങനെ കൂട്ടിയോജിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ഭാഗത്ത് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ രാജ്യദ്രോഹികളാണെന്ന് പറയുന്നത്. ശരി. അപ്പൊ അരുണിന്റെ വാദം കഴിഞ്ഞല്ലോ. ഇവിടെ ഇന്ത്യക്കകത്ത് നിന്ന് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഉണ്ട്. അതിന്റെ അർത്ഥം 100% മുസ്ലിങ്ങൾ എന്നല്ല. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളുണ്ട്, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ടോ? ഉണ്ട്. തടിയന്റെ അവിടെ നസീർ ആരാണ്? അബ്ദുൽ നാസർ മദനി ആരാണ്? ഭട്കൽ ആരാണ്? മുഹമ്മദ് റിയാസ് ആരാണ്? ആയിരക്കണക്കിന് പേരെ പേര് ഞാൻ പറയാം.
അപ്പോ അതിന്റെ അർത്ഥം 100% മുസ്ലിങ്ങൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അരുണയെ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും. അരുണ പ്രസ്താവന പിൻവലിക്കണം. ഞാൻ 100% ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യത്തിന് പേര് താങ്കൾ എങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും? ഞാൻ എന്താ പറഞ്ഞത്? താങ്കൾ പറഞ്ഞത് ഇതിൽ ഇന്റേണൽ ത്രെഡ്സിൽ മുസ്ലിങ്ങൾ ഒരു മെനസാണ് എന്ന് പറയുന്ന ഭാഗത്തെ താങ്കൾ ന്യായീകരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ ഭാഗം ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ മുസ്ലിങ്ങൾ ഭീകരവിരുദ്ധ പ്രവർത്തനം, പാകിസ്ഥാൻ അനുകൂലമായി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എന്നാണ്. അങ്ങനെയല്ല, രാജ്യദ്രോഹം നടത്തുന്നവർ അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്തു ആണെങ്കിലും എന്നാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന വാദമാണ് താങ്കളുടേതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് മതത്തെ കുറിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. സന്ദീപ് ഇതിലേക്ക് വരൂ, ബെഞ്ചോ ഈ വിചാരധാരയിലേക്ക് വരൂ. അരുൺ എന്തും പറഞ്ഞിട്ട് അങ്ങ് പോകാൻ ധരിക്കരുത്. അരുണെ അങ്ങനെ സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അരുണ് കാണിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞത്. അരുണാണ് എന്നോട് ചോദിച്ചത് ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ അവരുടെ പേരുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനാ മതത്തെ കൊണ്ടുവന്നത്? ഞാൻ അവരുടെ മതത്തെ പറഞ്ഞോ? നിങ്ങളാണ് ചോദിച്ചത് ഏതെങ്കിലും മുസ്ലിം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. 10 ലക്ഷമല്ല, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മുസ്ലിം മുഴുവൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നാണെന്ന് ഞാൻ പറഞ്ഞെന്നാണോ? മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ചർച്ച മുന്നോട്ട് പോകണം. താങ്കൾ തുടർന്നോളൂ. താങ്കൾ പറഞ്ഞത് പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. ഇനി വരാം. അതെ, ഞാൻ പറഞ്ഞ അപ്പൊ ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോഴും പറയുന്നു പാകിസ്ഥാൻ മേടിച്ചുകൊണ്ട് പോയി എന്നതുകൊണ്ട് ഇന്ത്യയിലെ ആഭ്യന്തരമായ ത്രട്ട് അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്. അവർ അത് ഞാൻ ചോദിക്കുന്നത്, അതായത് അവരുടെ മുന്നിൽ മതമാണോ വലുത് രാഷ്ട്രമാണോ വലുത് എന്ന് പറയുമ്പോൾ തീവ്രവാദികളായ മുസ്ലിങ്ങൾ മതത്തെ കൂട്ടുപിടിക്കുന്നു. അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് രാഷ്ട്രമല്ല വലുത്, അവർക്ക് മതമാണ് വലുത്. ഇത് 100% മുസ്ലിങ്ങളെ പറ്റി അല്ലല്ലോ. അത് കേൾക്കുന്ന എല്ലാവർക്കും, സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. തീവ്രവാദികളായ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ നമ്മുടെ ചോദ്യം ഇതാണ്, ഈ കേരള സർക്കാരിനെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടാണ് വിചാരധാരയിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞൊരു പരാമർശം അങ്ങ് ഇപ്പോൾ തിരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങ് ഇപ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടാണെന്നാണല്ലേ അങ്ങ് പറഞ്ഞിരിക്കുന്നത്? തിരുത്തിയിട്ടില്ല. ഞാൻ തിരുത്തി അരുണോട് ആര് പറഞ്ഞു? അല്ല, ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലെന്നേ. ഗോൾവാൾക്കർ പറഞ്ഞതായി വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അല്ലെന്നേ. ആ വിചാരധാരയിലെ വാചകമാണല്ലോ അരുണെ ഞാൻ വായിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഗേവ് ദം ആ വിചാരധാരയിലെ ഭാഗമാണല്ലോ ഞാൻ താങ്കളെ വായിച്ച് കേൾപ്പിച്ചത്. ലെറ്റ്സ് ഫാക്ട് ചെക്ക് എന്ന തലക്കെട്ടിന്റെ അടിയിലുള്ളത്. അതെ, 170 നിങ്ങൾ വായിക്കുന്നത് അല്ല അരുണെ. ഞാൻ ചോദിക്കേണ്ടത്, ഞാൻ വായിക്കുന്നത് വിചാരധാര അല്ല, അരുണ് വായിച്ചത് മാത്രമാണ്. അതിന്റെ അർത്ഥം മാത്രമേ ഉള്ളൂ. അത് കേരളത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്, കേരളത്തെ പിരിച്ചുവിട്ടതിനുള്ള പ്രതിഷേധം അറിയിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തെ നിരാകരിക്കുന്നല്ലേ. താങ്കൾ തുടർന്നോളൂ. താങ്കൾ രണ്ടാമത്തെ ഭാഗം ഇനി കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തേക്ക് വന്നോളൂ, അല്ലെങ്കിൽ വി ആർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പരാമർശത്തിലേക്ക്, വംശീയതയെ കുറിച്ചുള്ള എം പി രാജേഷിന്റെ പരാമർശത്തിലേക്ക് കൂടി വന്നേക്കൂ സന്ദീപ്. എനിക്ക് 2 അതിഥികളിലേക്ക് കൂടി പോകണം വളരെ വേഗം. പക്ഷേ താങ്കൾക്ക് പറയാനുള്ള സമയം ഞാൻ നൽകാം. പോയിക്കോട്ടെ, ശരി. അപ്പം അരുണ് വ്യാഖ്യാനിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് അരുണ് ശടിക്കരുത്. അതേ വിചാരധാരയുടെ 172-ാമത്തെ പേജിൽ നിന്നും ഞാൻ എടുത്ത പാരഗ്രാഫാണ് ഈ വായിച്ചത്. The mass agitation in Kerala which brought down the communist government gave them a golden opportunity to come out in the open. അതായത് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം മുസ്ലിം ലീഗ് സ്വാഭാവികമായും പ്രതിക്കൂട്ടിലായിരുന്നു. നെഹ്റു പോലും ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ചു. അവർക്ക് പൊതുരംഗത്ത് ഓപ്പണായി വരാനുണ്ടായിരുന്ന ഒരു അവസരമായിരുന്നു കേരള ഗവൺമെന്റിനെ അട്ടിമറിച്ചത് എന്നാണ് പറഞ്ഞത്. ഇതിലെവിടെയാണ് ഇത് എന്റെ വ്യാഖ്യാനം കടന്നു വരുന്നത്? അരുൺ അങ്ങനെ പറഞ്ഞങ്ങ് പോകരുത്. അരുണിന്റെ കയ്യിലിരിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് അരുൺ പറയരുത്. അരുൺ ആദ്യം അത് വായിക്കേ, നമുക്ക് എന്നിട്ട് ചർച്ച. നാളെയും ഉണ്ടല്ലോ ആ ചാപ്റ്റർ, നിങ്ങൾ കൃത്യമായി വായിക്കേ. ഇത് തന്നെയാണ് എല്ലാവരെയും പറ്റി. പിന്നെ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകം, അതും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ പുസ്തകത്തെ പറ്റി നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറഞ്ഞല്ലേ അറിയുള്ളൂ. GD സവർക്കർ എന്ന് പറയുന്ന വിനായക ദാമോദര സവർക്കറിന്റെ ജ്യേഷ്ഠനായ ഗണേശ ദാമോദര സവർക്കറിന്റെ മറാത്തി പുസ്തകത്തിന്റെ സ്വതന്ത്ര പരിഭാഷയാണ് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്നുള്ളത്. ഗുരുജി ഗോൾവൽക്കറിന്റെ മൗലികമായ കൃതി അല്ല. നിങ്ങൾ ചുമ്മാതെ നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ശഠിക്കരുത്. ചരിത്രം ഇവിടെയുണ്ട്, അത് ആദ്യം വായിച്ചിട്ട് വരൂ. MP രാജേഷ് അല്ല, സീതാറാം യെച്ചൂരി പറഞ്ഞാലും കള്ളമാണ് സമ്മതിക്കാൻ പറ്റില്ലല്ലോ സർ. അപ്പോ വി ഓർ അവർ നേഷൻഹുഡ് എന്നുള്ളത് 1939 പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ഗുരുജി അതിനു മുമ്പ് എഴുതിയാണ്. അതായത് ഗുരുജി RSS എത്തുന്നതിന് മുൻപ്
GD സവർക്കർ എന്ന് പറയുന്ന ഗണേശ ദാമോദര സവർക്കറിന്റെ മറാത്തിയിലുള്ള പുസ്തകം, ഞാൻ എന്റെ പേര് മറന്നുപോയി, അതിന്റെ പരിഭാഷയാണ് ആ സാധനം, സ്വതന്ത്ര പരിഭാഷയാണ്. 939-ലാണ് എം പി രാജേഷ് ടെലിഫോണിൽ തുടരുന്നുണ്ട്. താങ്കൾ ഈ പറഞ്ഞതിനോട് എം പി രാജേഷൻ പ്രതികരിക്കണമെന്ന് പറയുന്നു. എം പി രാജേഷ് അങ്ങേക്ക് പ്രതികരിക്കാം. നോക്കൂ, ഇവര് ഇപ്പൊ എല്ലാം തള്ളിപ്പറയാണ്. ഗോൾവാൾക്കറുടെ എല്ലാ പുസ്തകങ്ങളെയും തള്ളിപ്പറയാണ്. വിചാരധാരയെ കുറിച്ച് ആദ്യം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ പുസ്തകമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം മറ്റാരോ സമാഹരിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മറ്റാരോ സമാഹരിച്ച പുസ്തകം എന്തിനാണ് ഗോൾവാൾക്കറുടെ പേരിൽ അടിച്ചിറക്കുന്നത്? ഗോൾവാൾക്കറുടെ പടം വെച്ച് എന്റെ കയ്യിലിരിക്കുകയല്ലേ ഗോൾവാൾക്കർ എഴുതിയതാണെന്ന് എവിടെ എഴുതിയിരിക്കുന്നു രാജേഷ്? ഗോൾവാൾക്കറുടെ പടം വെച്ച് പബ്ലിക്കേഷൻസ് ഗോൾവാൾക്കർ എഴുതിയതാണ് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് ആ വിചാരധാരയിലോ ബഞ്ച് ഓഫ് തോട്ട്സിലോ എവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ ശ്രീ എം പി രാജേഷ് അങ്ങ് മറ്റേ ഇതിനെ കുറിച്ച് നേഷൻഹുഡിനെ കുറിച്ച് പറഞ്ഞത് അത് സ്വതന്ത്ര പരിഭാഷയാണെന്നാണ്. എം പി രാജേഷ് വിശ്വസിക്കുന്നുണ്ടോ ബെഞ്ച് ഓഫ് തോട്ട്സ് ഗുരുജി ഗോൾവൽക്കർ എന്ന് പറയുന്ന മാധവ സദാശിവ ഗോൾവൽക്കർ എഴുതിയ പുസ്തകമാണ് ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പാലക്കാട്ട് നിന്ന് ദീർഘകാല MP ആയ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? നോക്കൂ, ഗോൾവൽക്കറുടെ പുസ്തകം ഇവിടെ ഈ പ്രസിദ്ധീകരിച്ചത് ആരാന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻ, MS ഗോൾവാൾക്കർ, MSc LLB. വിചാരധാരയെ പറ്റിയാണ് എന്റെ ചോദ്യം രാജേഷ്. എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഞാൻ ചോദിച്ചത് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന RSSന്റെ സർസംഘചാലകായ മാധവ സദാശിവ ഗോൾവൽക്കർ എഴുതിയതാണ് എന്ന് പാലക്കാട് MP ആയ രാജേഷിന് അറിവുണ്ടോ? ശരി ശരി, ശ്രീ എം പി രാജേഷ് പറയും. അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. അത് മറ്റേ ഗോൾവാൾക്കറുടേതല്ല, ഇതൊക്കെ വ്യാജമാണ് എന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അതൊരു നിങ്ങളുടെ രീതി അതാണ്. വ്യാജ ബിരുദം, വ്യാജമായിട്ടുള്ള പുസ്തകം. ഞാൻ വ്യാജമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല രാജേഷ്. ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല രാജേഷ്. പ്രൊഫസർ വെങ്കട്ടറാവു എന്ന് പറയുന്ന ഗുരുജിയുടെ അനുയായിയായ ഒരു വ്യക്തി സമാഹരിച്ച പുസ്തകങ്ങളാണ്. ഒന്ന് മുഴുമിപ്പിക്കട്ടെ. അല്ലല്ല, വസ്തുതാപര വിരുദ്ധമായി പറയുമ്പോൾ സന്ദീപിന് സമയം തരാം, പ്രേക്ഷകർ ഇത് കാണട്ടെ. നോക്കൂ, സന്ദീപിനോട് ഒറ്റ വെച്ച് മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം ബഹളം വെക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്റെ കയ്യിലുള്ള പുസ്തകം ഭാരത് പബ്ലിക്. ഞാനല്ലേ രാജേഷേ സത്യസന്ധമായ ചോദ്യം അങ്ങേക്കിത് കേൾക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രം കേൾക്കൂ. അല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കാനൊന്നും ഞാനില്ല. നിങ്ങളെ ആളുകളുടെ മുമ്പിൽ ഇതിനകം തന്നെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭാരത് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻ. അതിന്റെ കവറാണ് ഞാൻ വായിക്കുന്നത്. MS ഗോൾവാൾക്കർ, MSc LLB, sometime professor, Banaras Hindu University. തർക്കമില്ലല്ലോ കാര്യത്തിൽ. വിത്ത് എ ഫോർവേഡ് ബൈ ലോക് നായക് MS ആനി, MA ELMLA സെൻട്രൽ. ₹1 പുസ്തകത്തിന്റെ വില. 39 പ്രസിദ്ധീകരിച്ചതാണ്. ഇതിലെവിടെയും ഇത് മറ്റാരുടെയോ പുസ്തകത്തിന്റെ സ്വതന്ത്ര പരിഭാഷയാണെന്ന് പറഞ്ഞിട്ടില്ല. ഗോൾവാൾക്കറുടെ സ്വന്തം പേരിലാണ് അടിച്ചിറക്കിയിട്ടുള്ളത്. അത് ഇനിയിപ്പോ തെളിയിക്കേണ്ട പബ്ലിഷറുടെ പേരുണ്ട്, PN ഇന്ദർക്കർ, BA ഡിഗ്രി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഗോൾവാൾക്കറെ അവമാനിക്കില്ലേ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പേരിൽ അടിച്ചിറക്കിയ പുസ്തകം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഗോൾവാൾക്കറെ അവമാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇനി ആ പുസ്തകത്തിലെ രണ്ട് പേജേ ഞാൻ പറഞ്ഞുള്ളൂ, ഒരുപാട് പറയാനുണ്ട്. പേജ് 35, പേജ് 48. ഒന്ന്, ജർമ്മനിയിലെ ഉന്മൂലനം ഹിന്ദുസ്ഥാന് പ്രയോജനപ്പെടുത്താവുന്ന പാഠമാണ് എന്ന പരാമർശം. 2, ഹിന്ദുക്കളല്ലാത്തവർക്ക് പൗരാവകാശം പോലും കൊടുക്കാതെ അവർ ഹിന്ദു രാഷ്ട്രത്തിന് പൂർണ്ണമായും കീഴടങ്ങി ഇവിടെ കഴിയുകയോ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകണം എന്നുള്ള പരാമർശം. അത്തരത്തിലുള്ള അനേകം ഡസൻ കണക്കിന് പരാമർശങ്ങളുണ്ട് ഞെട്ടിപ്പിക്കുന്നത്. എന്താണ് അതിനോടുള്ള നിങ്ങളുടെ നിലപാട്? അതുകൊണ്ടാണ് ഞങ്ങൾ ഗോൾവാൾക്കറോട് വിയോജിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തി വൈരാഗ്യത്തിന്റെ ഒന്നും പ്രശ്നമില്ലല്ലോ അദ്ദേഹവുമായിട്ട്. ഈ ഐഡിയോളജിയോടുള്ള വിരോധവും എതിർപ്പുമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ശ്രീ സന്ദീപ്, അതിനുള്ള മറുപടിക്ക് വളരെ വേഗം നമുക്ക് പറഞ്ഞ് ബാക്കി അതിഥികളിലേക്ക് കൂടി പോകണം. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ വെങ്കട്രാവു എഴുതിയ 1960
മാർച്ച് മാസം 2-ാം തീയതിയോ മറ്റോ പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തിൽ ഗോവാൾക്കറിന്റെ പടമാണ് അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. അത് ഗോവാൾക്കർ പറഞ്ഞതിൽ നിന്ന് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, പലതും എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് ഗോവാൾക്കറിൻ്റെതല്ല എന്നൊരു നിലപാട് സന്ദീപിനുണ്ടെങ്കിൽ അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ഒരുപക്ഷെ ഇനി ഈ പ്രേക്ഷകർക്കും അതിൽ സംശയം ഉണ്ടാവാൻ പാടില്ല. ഗോൾവാൾക്കറുടേതല്ലാതെ ചില പദപ്രയോഗങ്ങൾ കൂടി വെങ്കട്രാവുവിൻ്റെ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ടാവാം എന്നാണ് നിലപാടെങ്കിൽ അതുകൂടി ഒന്ന് ഉറക്കെ പറയേണ്ടതുണ്ട് സന്ദീപ്. ഞാൻ എന്താണ് പറയുന്നത്, ഗോൾവൾക്ക് എന്താ നിങ്ങൾ പറഞ്ഞ, എനിക്ക് നിങ്ങളുടെ ശബ്ദം എനിക്ക് വളരെ ഫീബിളാണ്. എനിക്ക് അതായത് 1960 ഏപ്രിൽ മാസം 28-ാം തീയതി MA വെങ്കട്ടറാവു ഇൻട്രൊഡക്ഷൻ എഴുതി സമാഹരിച്ചുവെന്ന് അങ്ങ് പറയുന്ന ബെഞ്ച് ഓഫ് തോട്ട്സിലെ വിചാരധാരയിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. എല്ലാം ഗോൾവാൾക്കറിന്റെ ആശയമല്ല എന്ന നിലപാടാണെങ്കിൽ പിന്നെ അതിൽ പ്രശ്നമില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് വെങ്കട്ടറാവുവിന്റെ കൂട്ടിച്ചേർക്കലുകളായിരിക്കാം ഒരു പക്ഷേ അപ്പോഴും പടം ഗോൾവാൾക്കറിന്റേതാണ് പുസ്തകത്തിന്റെ പുറത്ത്. അല്ലല്ല പടം അല്ലല്ല അങ്ങനെ, അതായത് ആശയം ഗോൾവാൾക്കറുടേതല്ല എന്നല്ലല്ലോ. ഞാനതിനാണല്ലോ നിങ്ങളുടെ പ്രസാധക കുറിപ്പിന്റെ ആദ്യ വരി തന്നെ വായിച്ച് കേൾപ്പിച്ചത്. നാച്ചുറലി ദ ഐഡിയാസ് കണ്ടെയ്ൻഡ് ഹിയർ ആർ ഹിസ് ബട്ട് ദ വേർഡ്സ് ആർ അവേഴ്സ് എന്ന് പ്രസാധകർ തന്നെ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ രണ്ടാമത്തെ ഇതിനകത്ത് നമ്മളിപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇന്റേണൽ ത്രെട്ട് എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയാണല്ലോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. ആ ഇന്റേണൽ ത്രെട്ടിനെ ആ ആശയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ല ഞങ്ങൾ അതിൽ പിന്മാറിയിട്ടുണ്ട് എന്ന് എവിടെ പറഞ്ഞു? ഞാൻ പറഞ്ഞോ? ഇപ്പോഴും ഇന്ത്യക്ക് ആഭ്യന്തര ഭീഷണികളായി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയ സാധനമാണിത്. ഇന്ത്യയുടെ പാർട്ടീഷന്റെ തൊട്ടു പിറകിൽ എഴുതിയ സാധനത്തെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. ആ ആശയം തന്നെയാണ് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ വടക്കു കിഴക്കൻ സംസ്ഥാനം, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഹെഡിങ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതിന്റെ താഴെ ആ ഹെഡിങ് ഇടുന്നത് ആരാണ്? അരുൺ. ഒരാളുടെ പുസ്തകം സമാഹരിച്ച് ചാപ്റ്റർ വൈസ് ആക്കി എല്ലാ ചാപ്റ്ററിനും ഹെഡിങ് ഇടുന്നത് ആരാ? അതിന്റെ ആരെയാണോ ഇത് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് അയാളാണോ ഇടുന്നത്? അതോ പ്രസാധകരും ഇത് സമാഹരിച്ച ആളുമായിരിക്കുമോ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പ്രസാധകരിട്ട ഹെഡിങ് മാത്രമല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളൂ. അല്ല, ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയല്ലേ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഉണ്ട്. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെതിരെയോ ക്രിസ്തു മതത്തിനെതിരെയോ ആണോ പറഞ്ഞിരിക്കുന്നത്? എന്റെ ചോദ്യം അവിടെയാ. ഇന്ത്യയിൽ വിഘടനവാദം നടത്തിയിട്ടുള്ള നോർത്ത് ഈസ്റ്റിലുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകളെ പറ്റിയാണ് അതിന്റെ താഴേക്ക് പറയുന്നത്. നിങ്ങൾ എന്താ അത് വായിക്കാത്തത്? നിങ്ങളെ ഹെഡിങ് മാത്രമാണ് വായിക്കുന്നത്. അതിന്റെ പ്രശ്നമാണെന്നായി പറഞ്ഞത്. ഈ നോർത്ത് ഈസ്റ്റിലുള്ള ഏത് ക്രിസ്ത്യൻ സംഘടനയെ പരാമർശിക്കുന്നത് സന്ദീപ്? നോർത്ത് ഈസ്റ്റിലുള്ള ക്രിസ്ത്യൻ സംഘടന ഏതാണ്? എന്തോ നോർത്ത് ഈസ്റ്റിൽ അന്ന് വിഘടനവാദപരമായി പ്രവർത്തിച്ചിരിക്കുന്ന, എനിക്കിപ്പോ സംഘടനയുടെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല, നോർത്ത് ഈസ്റ്റിൽ വിഘടനവാദപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളെ പറ്റിയും മിഷനറി പ്രവർത്തനങ്ങൾ 100 കണക്കിന് ഉദാഹരണങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസാമാണോ, ഞാൻ സംസ്ഥാനം തെറ്റിപ്പോ എന്നോട് ക്ഷമിക്കണം, 100% കറക്റ്റ് അല്ല. അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ ചെല്ലുന്നത് അവിടുത്തെ ഉള്ള മിഷനറിമാർ നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനായിരുന്നു. അവിടെ വെച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടന വേദിയിൽ തന്നെ പറയുന്നു, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ ഈ പ്രവർത്തനങ്ങളൊന്നും തന്നെ മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് ഉദ്ഘാടകൻ പറഞ്ഞപ്പോൾ അതിനുശേഷം തൊട്ടുപിറകിൽ സംസാരിച്ച ആ മിഷനറി പറഞ്ഞത്, മതപരിവർത്തനത്തിനല്ല എങ്കിൽ ഞങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോയിക്കൂടെ, ഞങ്ങൾ വന്നത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന പ്രസംഗം ഉൾപ്പെടെ കോട്ട് ചെയ്താണ് അതിൽ പറയുന്നത്. മിഷനറി പ്രവർത്തനമാണ് ഉദ്ദേശിച്ചത്, ഏതെങ്കിലും തരത്തിലുള്ള സായുധമല്ല എന്നുള്ളതാണ് വ്യക്തമാണ്. ആ ഉത്തരത്തിൽ വ്യക്തമാണ്. ഞാൻ ഒന്ന് ജയിക്കിലേക്ക് പോകട്ടെ, അതിനുശേഷം ചെക്കിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ശ്രീ ജയ്ക്ക് ഈ സംഭാവന നൽകിയെന്ന ചോദ്യത്തിലാണ് ഈ രണ്ട് പുസ്തകങ്ങളും മുടക്കി നിൽക്കുന്നതും സന്ദീപ് MP രാജേഷുമായിട്ടുള്ള ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും. ഏറ്റവും ഒടുവിൽ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഈ ഗോൾവാൾക്കറിന്റെ പേര് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ പിൻവലിക്കുമോ എന്ന് ഇനിയും ധാരണയില്ല. അദ്ദേഹം MSc ബയോളജി പഠിച്ചൊരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാണോ സാധ്യത? പഠിച്ചതല്ല അരുണേ, അദ്ദേഹം പ്രൊഫസറായിരുന്നു. പഠിച്ചിട്ടല്ലേ സാർ പ്രൊഫസർ ആവുന്നത്? MSc വിദ്യാഭ്യാസ യോഗ്യതയുള്ള അങ്ങനെ പറയാതെ സന്ദീപ്, അദ്ദേഹം MSc പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൊഫസർ അല്ലെന്നാണോ? അദ്ദേഹം പഠിച്ചതിന് ശേഷം പ്രൊഫസറായി എന്ന് തന്നെയാണ്. സന്ദീപ്, എന്താണ് സന്ദീപ്? MSc ആണല്ലോ അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദം യോഗ്യത. MSc സയൻസ്. സന്ദീപ്, MSc ബയോളജി പഠിച്ച ആളാണ് അദ്ദേഹം. കേക്കൂ
അരുൺ ഇപ്പോൾ ന്യൂസ് 24ന്റെ ആങ്കർ അല്ല, ഏതോ LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെയാണോ ഞാൻ പറയേണ്ടത്? അല്ല, അപ്പൊ അങ്ങനെ പറഞ്ഞോളൂ. ഞാൻ LP സ്കൂൾ കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങ് പറഞ്ഞോളൂ. ഒരു നിമിഷം സാർ, നമ്മൾ എന്തിനാണ് MSc ബയോളജിയുടെ പിന്നാലെ ഇത്തരം ബാലിശമായ ചർച്ചയിലേക്ക് പോകണം? അദ്ദേഹം സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ലൊരു കാര്യം ഉദ്ദേശിച്ചതാണ് സന്ദീപ്. MSc ബയോളജി പഠിച്ച് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടക്കകാലത്ത് അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കവെയാണ് ഹെഗ്ഡെ അവാർഡ് ക്ഷണിക്കുന്നതും RSSന്റെ സംഘാടകമായി മാറുന്നതുമല്ല. അത് ഞാൻ എനിക്ക് ജയിക്കിന്റെ ഉള്ളത്തിലേക്ക് വരണം. സന്ദീപ് ഒരു നിമിഷം. സന്ദീപ് ജയിക്ക് അല്ലല്ല, ഇതോടെ കേട്ടിട്ട് അതായത് ഗുരുജിയെ, ഗോൾവൽക്കറിനെ ഗുരുജി എന്ന് വിളിച്ചത് ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന്റെ കുട്ടികളായിരുന്നു. ശരി, ഓക്കെ. ജയിക്ക്. അതെ, അങ്ങ് ഇതിൽ ചോദിച്ചത് ക്രിയാത്മകമായി ഇനി എന്ത് മാറ്റത്തിനാണ് സാധ്യതയുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് അങ്ങ് ചോദിച്ചത്. പക്ഷെ കേരളത്തിന്റെ ഒരു മതനിരപേക്ഷതയും ശാസ്ത്രബോധവും യുക്തിചിന്തയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ന്യായമായ പ്രതിഷേധം ഇതിനോടകം രാജ്യത്തിന്റെ തന്നെ പൊതുശ്രദ്ധയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ അങ്ങേയറ്റം പരിഹാസ്യമായ, എന്നാൽ ഒരു പുതുമയുമില്ലാത്ത വ്യത്യസ്തമായ വിവിധ വാദങ്ങൾ RSSന്റെ പ്രതിനിധി ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കേട്ടാൽ എന്താണ്? അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കേട്ടാൽ സാധാരണക്കാരായ ഈ ചർച്ച കാണുന്ന മുഴുവൻ ആളുകളും ധരിക്കുക വിചാരധാര എന്നുള്ളത് RSSകാരുടെ വേദപുസ്തകമല്ല, മറിച്ച് കേരളത്തിൽ 959 ശേഷം EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിൽ മനംനൊന്നുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ പൊതുബോധത്തോടുകൂടെ നടത്തപ്പെട്ട സമരങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് RSSന്റെ ത്വാത്വികാചാര്യൻ എഴുതിയ ഒരു ഗ്രന്ഥമായിരുന്നു വിചാരധാര. ഈ പ്രബന്ധാവതരണമാണ് RSSന്റെ മധ്യവയസ്കനായ വിവരമധികമുള്ള ബഹുമാനിയനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ വന്നിരുന്ന് അവതരിപ്പിച്ചത്. ആ പ്രബന്ധത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല. വിവരവും ബുദ്ധിയുമുള്ള RSS അല്ലാത്ത മറ്റാളുകൾ കേരളത്തിലുണ്ടെങ്കിൽ അവർ ചിന്തിച്ച് EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് വിചാരധാര. ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, ഈ ചർച്ച കാണുന്നവർ, അവർ വിലയിരുത്തി തീരുമാനിക്കട്ടെ. അദ്ദേഹത്തോട് സ്പഷ്ടമായി ചോദിച്ചു. MBR ചോദിച്ചതും ഞാൻ ആവർത്തിച്ചതുമായ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. പേജ് 35 വി ആർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. അവിടെയും പറയുന്നു ഈ എഴുത്തിന്റെയും ഈ വാചകത്തിന്റെയും ഒന്നും നിർവചനം അദ്ദേഹത്തിനില്ല, അതിന്റെ പിതൃത്വം അദ്ദേഹത്തിനല്ല എന്ന നിലയിലാണ് വിശദീകരണം. എന്നാൽ ഇതൊക്കെ പോട്ടെ, ഗുരു നിത്യചൈതന്യയതി അദ്ദേഹം ഇനിയിപ്പോൾ RSS വിരുദ്ധനാണ്, അല്ലെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPM കാരനാണ് എന്ന് ആക്ഷേപിക്കുമെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിന്റെ താത്വിക നിലവാരം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ പോലും ഒരു നിർവചനത്തിന് സാധ്യതയുണ്ട്. ഗുരു നിത്യചൈതന്യയതിയുടെ അനുഭവം എന്തായിരുന്നു? മുസ്ലിം നാമധാരിയായ സഹപ്രവർത്തനെയും കൂട്ടി, സുഹൃത്തിനെയും കൂട്ടി ഇവിടെ സൂചിപ്പിക്കുന്ന പരമപൂജനീയനായ മനുഷ്യനുണ്ടല്ലോ ഈ ഗോൾവാൾക്കർ, അയാളെ കാണാൻ പോയപ്പോൾ എന്താണ്? മുസ്ലിം നാമധാരിയെ പടിയടച്ച് പിണ്ണം വെച്ച് പുറത്തു നിർത്തി തന്റെ മുസ്ലിം സുഹൃത്തിനെ കാണാൻ പറ്റാത്ത ഒരു ദൈവാവതാരത്തെയും ഒരു ആചാര്യനെയും നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കുക. ഇത് RSSന്റെ ശാഖയൊന്നും അല്ലല്ലോ. ആങ്കർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മുസ്ലിം നാമധാരിയായ തന്റെ സുഹൃത്തിനെ കാണാൻ പറ്റാത്ത ഒരു ആചാര്യനെയും തനിക്ക് കാണണ്ട. ഇതാരാ എഴുതി വെച്ചത്? ഗുരു നിത്യചൈതന്യയതിയാണ്. അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? കള്ളമാണെന്ന് ഇദ്ദേഹം പറയുമായിരിക്കും. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളുണ്ട്. ഗാന്ധിയെക്കുറിച്ച് ഗാന്ധി വിരുദ്ധ പ്രഭാഷണം പുത്തരിക്കണ്ടം മൈതാനിയിൽ ഗാന്ധി കൊല്ലപ്പെടുന്നതിന് 2 ആഴ്ചക്കാലം മുമ്പ് നടത്തിയതിനെ കുറിച്ച് ONV എഴുതിയിട്ടുണ്ട്, മലയാറ്റൂർ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇദ്ദേഹത്തിന്റെ നിർവചനം? ഇപ്പൊ ഗോൾവാൾക്കർ എഴുതിയതും പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസവും EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിലുള്ള മനോപ്രയാസവും മനോവിഷമവും കൊണ്ട്, സങ്കടം കൊണ്ട് കരഞ്ഞ് കണ്ണീരൊഴുകി ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ. അതേപോലെ ഗോൾവാൾക്കർ എഴുതിയതാണ് വിചാരധാര എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഗുരു നിത്യചൈതന്യയതിയുടെ, ONVയുടെ, മലയാറ്റൂരിന്റെ ഒക്കെ അനുഭവങ്ങളെ സംബന്ധിച്ച്, അവർ ഈ കേരളത്തിന് മുമ്പിൽ എഴുതി വെച്ച അനുഭവങ്ങളെ സംബന്ധിച്ച് എന്താ ഇയാൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്? പിന്നെ അദ്ദേഹം ഒറ്റക്കാരിയോടെ പറഞ്ഞ് അവസാനിപ്പിച്ചുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ പോലെ അധിക സമയമൊന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ പറയുകയുണ്ടായി, നമ്മളൊന്നും പഠിച്ച സാമൂഹ്യ ചരിത്രമല്ല ഈ നാട്ടിലെ യഥാർത്ഥ സാമൂഹ്യ ചരിത്രമെന്ന്. ബഹുമാന്യനായ അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞത് ചെറുപ്പക്കാരന്റെ വിവരമില്ലായ്മ എന്നാണ്. മധ്യവയസ്കനായ അങ്ങയുടെ വിവര കൂടുതൽ കൊണ്ട് അങ്ങയും അങ്ങയുടെ പിണിയാളുകളും ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന സാമൂഹ്യ ചരിത്രം എന്താ? നമുക്കറിയാം, ക്ലോണിങ്ങിലൂടെ ഈ ലോകത്തിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഡോളി എന്ന ചെമ്മരിയാണല്ല, കൗരവരും പാണ്ഡവരുമാണ്. ഇതാണ് നിങ്ങളുടെ സാമൂഹ്യ ചരിത്രം. ഈ ലോകത്തിലെ റൈറ്റ് സഹോദരന്മാർ കണ്ടെത്തിയതല്ല വിമാനം, മറ്റൊരു ഐതിഹ്യങ്ങളുടെ വിമാനമാണ് വിമാനം. ഇതാണ് നിങ്ങളുടെ സാമൂഹ്യ ചരിത്രം. ഈ ചരിത്രം ഞങ്ങൾ പഠിക്കണമെന്നായിരിക്കും അങ്ങ് ആഗ്രഹിക്കുന്നത്. ആ ചരിത്രം അങ്ങയുടെ ശാഖയിലുള്ള, അങ്ങ് പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചാൽ മതി. ആ ചരിത്രവുമായിട്ട് കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് ഇറങ്ങി വരേണ്ടതില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അങ്ങ് പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവർ, ക്രിസ്ത്യാനികളായിട്ടുള്ള എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവർ, ഈ ഇസ്ലാമിലും ക്രിസ്ത്യാനിയിലും മാർക്സിസ്റ്റുകാരിലും പെട്ടവർ മാത്രമേ ഉള്ളൂ രാജ്യവിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവർ. ഞാൻ മറ്റാളുകളേക്ക് പോകുന്നില്ല.
അങ്ങയുടെ സഹപ്രവർത്തകർ കൊടുങ്ങല്ലൂർ റിസർവ് ബാങ്കിന്റെ ശാഖ തുടങ്ങി. അത് ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ ശാഖയായിരുന്നോ? ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന സുവിശേഷ പ്രവർത്തകനെ അങ്ങയുടെ സഹപ്രവർത്തകർ ചുട്ടുകൊന്നു. അത് രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങയുടെ സഹപ്രവർത്തകരായ മറ്റ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ഞാൻ പറയണോ, രാജ്യസേവനം നടത്തിയതിന് എന്ത് ബന്ധം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്ന്? അപ്പൊ ഇസ്ലാമിലും ക്രിസ്ത്യാനിയിലും മാർക്സിസ്റ്റുകാരിലും മാത്രമേ രാജ്യവിരുദ്ധ പ്രവർത്തനമുള്ളൂ. അതാണോ ആദരണീയനായ ഗുരുജി ഗോൾവാൾക്കർ മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്? ഗോൾവാൾക്കർ എഴുതിയതല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി പ്രതിനിധി എത്തുന്നതിന് പിന്നിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമായി. ഈ ഒരു നിമിഷം ഞാൻ എഴുതിയതല്ല. അല്ല, നിങ്ങൾ ഇതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നേ. ഞാൻ എന്താണ് പറഞ്ഞത് സന്ദീപ്? ഗോൾവാൾക്കർ എഴുതിയതല്ലെന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞത്. അത് വെങ്കട്ടറാവു എഴുതിയതാണെന്നും അതിന്റെ വാക്കുകൾ താങ്കളുടേതാണെന്നും ആശയം മാത്രമാണ് ഗോൾവാൾക്കറുടേതെന്നും താങ്കളാണ് പറഞ്ഞത്, ഞാനല്ലല്ലോ. ശരി, ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അതല്ലേ യാഥാർത്ഥ്യം. ശ്രീ സന്ദീപ്, ഞാൻ ചോദിച്ചോട്ടെ. എൻ പി ചെക്കുട്ടി, ഇത് സ്വന്തമായിട്ട് എഴുതപ്പെട്ടു വെച്ച ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളും ചരിത്ര വസ്തുതകളും ഈ ഘട്ടമാകുമ്പോൾ ബി ജെ പി തിരിഞ്ഞുകുത്തുക എന്ന് പറയുന്നതാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗോൾവാൾക്കറിനെ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടാമത്തെ ക്യാമ്പസിന് പേരിടാൻ പോകുന്നത്. പക്ഷേ അത് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അതിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെങ്കിലും ചുരുക്കം അതിനെ നോക്കി ഏത് തരത്തിലായിരിക്കും, ഏത് സമീപനമായിരിക്കും എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ശ്രീ ചെക്കുട്ടി? യഥാർത്ഥത്തിൽ ഹർഷവർദ്ധൻ നല്ലൊരു കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഗോൾവാൾക്കർ ആരാണ്? അയാൾ മലയാളികളോട് എന്താ ചെയ്തിട്ടുള്ളത്? കേരളീയ സമൂഹത്തെ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് എന്താ പറയുക മോശമായി ചിത്രീകരിച്ചത്? കേരളീയ സ്ത്രീകളോട് അദ്ദേഹം എടുത്ത നിലപാട് എന്താണ്? അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയ്ക്കിടയാക്കിയതിൽ എനിക്ക് ഹർഷവർദ്ധനോട് നന്ദിയുണ്ട്. കാരണം അത്രയേറെ നീചമായിട്ടുള്ള, അത്രയേറെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളീയ സമൂഹം അത് തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു സമൂഹമാണ് എന്നുകൂടി അവർ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ റിയാലിറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഊരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല, അതങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറയേണ്ടി വരുന്നത് ഇതൊക്കെ നാണക്കേടാണ് എന്ന് അവർക്ക് പോലും ബോധ്യമുള്ള ഒരവസ്ഥയാണ് ഈ നാട്ടിലുള്ളത് എന്നതുകൊണ്ടാണ്. സന്ദീപ് മറുപടി. നമുക്ക് 2 മിനിറ്റിനുള്ളിൽ സന്ദീപ് അവസാനിപ്പിക്കണം. ഞാൻ ഇടപെടാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കാം. സന്ദീപ്. ശരി, അതായത് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ചെറുപ്പക്കാരെന്ന് വിളിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താങ്കളെ ഞാൻ വയോവൃദ്ധനെന്ന് അഭിസംബോധന ചെയ്യാം. താങ്കളെ കണ്ട് കാഴ്ചയ്ക്ക് ചെറുപ്പക്കാരൻ തോന്നിയോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ വയോവൃദ്ധനായ സുഹൃത്ത് ഇവിടെ പറഞ്ഞത് ഏതോ മുസ്ലിം പത്രക്കാരൻ വന്ന സമയത്ത് ഗുരുജി ഇറക്കി വിട്ടു. ഈ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ക്യാപ്സൂൾ കിട്ടുന്നതെന്ന് പറഞ്ഞു തരണം. എൻ്റെ സുഹൃത്തെ, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഡോക്ടർ സൈഫുദ്ദീൻ ജീലാനി എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനാണ് ഗുരുജിയെ പറ്റി ഏറ്റവും സുദീർഘമായ അപ്പൊ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അതായത് ഗാന്ധി വിരുദ്ധ പ്രസംഗം ഗുരുജി നടത്തിയെന്ന് പോലെ. അതായത് ഈ ONV മലയാറ്റൂരും എഴുതിയത് ഗുരുജിയുടെ പ്രസംഗം തൈക്കാടെ അലമ്പാക്കാൻ പോയി അടിമേടിച്ച 2 പാർട്ടികളാണ് ONVയും മലയാറ്റൂരും. അടി കൊണ്ട് ഓടി. ഗുരുജിയുടെ പ്രചരണം, അതായത് ഗുരുജിയുടെ അവർ വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് SFIയുടെ കുറുവടിയായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. ആ കുറുവടിയുമായി തൈക്കാട് മൈതാനത്ത് വരികയും കുറുവടിയെക്കാട്ടിൽ വലിയ വടി ഞങ്ങളുടെ കയ്യിൽ ഓടിയവരാണ് ഈ 2 പാർട്ടികൾ. നരേന്ദ്രമോദിയുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. നമുക്ക് അവരെയൊക്കെ നമുക്ക് ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സാംസ്കാരിക കേരളത്തിന്റെയും രാഷ്ട്രീയ ഇന്ത്യയുടെയും ഒക്കെ പ്രതിനിധികളല്ലേ സന്ദീപ്? അല്ല, കേൾക്കൂ. ഞാൻ അവഹേളനപരമായിട്ടല്ല സംസാരിച്ചത്. ONVയും മലയാറ്റൂരും അടക്കമുള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കന്മാർ വന്നത് എന്തിനായിരുന്നു? ഗുരുജിയുടെ പ്രസംഗം അലങ്കോലപ്പെടുത്താൻ അലങ്കോലത്തിനിടയിൽ പറഞ്ഞില്ല. അയ്യോ, SFI രൂപീകരിച്ചിട്ടില്ലെന്ന് സന്ദീപ്. KSF ഉണ്ട് സുഹൃത്തെ, KSF ഉണ്ട് സുഹൃത്തെ, ASF ഉണ്ട് സുഹൃത്തെ. ആണോ ASF ആയാലും രണ്ടിനും വിവരം ഒരുപോലെ ഉള്ളല്ലോ.
ശരി, അപ്പൊ ഓർമ്മ കേൾക്കൂ. എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ ശരി, ശരി, ഗാന്ധി ശരി, ശരി. വിരുദ്ധ പ്രസംഗം സന്ദീപ് 30 നടത്തുന്ന seconds. സന്ദീപ് ഓൾറെഡി വിട്ടു താങ്കളുടെ വാദം അവതരിപ്പിച്ച് അവസാനിപ്പിക്കൂ. ഒരു നിമിഷം ചെയ്യും 30 seconds ചെയ്യും സന്ദീപ്. അതെ, അതായത് ഗാന്ധി വിരുദ്ധ പ്രസംഗം എന്തോ തൈക്കാട് ഗുരുജി നടത്തി 2 ആഴ്ചയ്ക്ക് ശേഷം ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്നാണ് ഈ വയോവൃദ്ധനായ നേതാവ് ഇവിടെ പറഞ്ഞത്. എന്റെ സുഹൃത്തെ, ജപ്പാൻകാരുടെ കാല് നക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ അധിക്ഷേപിച്ചപ്പോ അതിനുശേഷം നടന്ന വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണോ ഉത്തരവാദികൾ? ശരി ഏത് ലോജിക്കാ ഇത്? ശരി, ശരി, തൈക്കാട് സന്ദീപ്. ഗുരുജി ശരി, നടത്തിയ സന്ദീപ്. പ്രസംഗത്തിന് നമ്മൾ ശേഷം ഗോൾവാൾക്കറിലാണ് തുടങ്ങിയത്. പക്ഷേ ഗോൾവാൾക്കറിനെ കുറിച്ച് ഏറെ ഒന്നും അപ്പൊ നമുക്ക് സുഭാഷ് പറയാനില്ലാത്തത് ചന്ദ്രബോസിനെ കൊണ്ടും നിങ്ങൾ പറയേണ്ട അധിക്ഷേപിച്ച കാര്യങ്ങൾ പോലെ ഒരു സാങ്കേതിക സർവകലാശാലയ്ക്ക് ചേരുന്നതാണോ എന്നുള്ളത് കൊണ്ടുമായിരിക്കും പക്ഷേ ചർച്ച ഈ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത സന്ദീപ് ബജസ്പതി, NP ചെക്കുട്ടി, ശ്രീ ജയ്ക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഇടയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ MP രാജേഷ് എന്നിവർക്കുള്ള നന്ദി അറിയിക്കുന്നു.